ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അത് പെയ്ഡ്. ഓക്കെ, ഫൈൻ. സോ നമുക്ക് ബേസിക്സിന്റെ ലാസ്റ്റ് സെഷൻ, ബേസിക്സിൽ ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി മാത്രമേ പറയാനുള്ളൂ. ആ കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് അനാലിസിന്റെ പാർട്ടിലേക്ക് വരാം. ഓക്കെ. സോ നമ്മൾ ഇതുവരെ കറൻസി പെയറിനെ കുറിച്ച് പഠിച്ചു, അല്ലെ? ഫോറക്സ് മാർക്കറ്റ് സെഷൻസിനെ പറ്റി പറഞ്ഞു, റിസ്ക് മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു, റിസ്ക്, നമ്മൾ ആ പൊസിഷൻ സൈസ് കാൽക്കുലേറ്റർ, അതേപോലെ ലോഡ് സൈസ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി അതിൽ തന്നെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങൾ തന്നെ നമ്മൾ ഇതിൽ എന്തൊക്കെ പേരിലാണ് കാണുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിവിടെ പറയാൻ പോകുന്ന കാര്യം എന്താ വെച്ചാൽ ടൈപ്സ് ഓഫ് ഓർഡേഴ്സ് ആണ്. അതായത് നമുക്കിപ്പം എന്താണ് ട്രേഡ് ചെയ്യാനുള്ളത്, അതായത് ഫോറക്സ് മാർക്കറ്റിൽ ഏതൊക്കെ കാര്യങ്ങളാണ്, ഏതൊക്കെ അസറ്റുകളാണ് നമ്മൾ ട്രേഡ് ചെയ്യണമെന്ന് കണ്ടു, ഏതൊക്കെ ടൈമിലാണ് ട്രേഡ് ചെയ്യേണ്ടതെന്ന് കണ്ടു, ആ സമയത്ത് നമ്മൾ എത്ര ലോട്ട് എടുക്കണം എന്നൊക്കെ കണ്ടു. ഓക്കെ. നമുക്കിനി എന്തൊക്കെ ടൈപ്പ് ട്രേഡ് ചെയ്യാൻ പറ്റും, ബൈ ചെയ്യാൻ പറ്റുമോ, സെല് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോണേ. ഓക്കെ. അപ്പം ഓർഡറുകൾ ഓർഡറുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഫോറക്സ് മാർക്കറ്റിൽ നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ ബ്രോക്കറോട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ലൈക്ക് ഇപ്പോൾ നമ്മൾ ബൈ ചെയ്യുകയാണെങ്കിൽ അതൊരു ടൈപ്പ് ഓർഡർ ആണ്. ഓക്കെ. നമ്മൾ സെല് ചെയ്യാണ്, അത് അനദർ ടൈപ്പ് ഓഫ് ഓർഡർ ആണ്. ഇങ്ങനെ ഒരു ഓർഡേഴ്സ് ആയിട്ടാണ് നമ്മൾ നമ്മളെ ബ്രോക്കറിന്റെ ആ ഒരു വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ആപ്ലിക്കേഷനിലോ നമ്മൾ കൊടുക്കുക. ഒരു ബൈ ഓർഡർ പ്ലേസ് ചെയ്തു, അല്ലെങ്കിൽ ഒരു സെൽ ഓർഡർ പ്ലേസ് ചെയ്തു. ഓക്കെ. പ്രധാനമായിട്ടും രണ്ട് രീതിയിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. ഒന്ന് മാർക്കറ്റ് ഓർഡർ ആൻഡ് രണ്ടാമത്തത് പെൻഡിങ് ഓർഡർ. അപ്പൊ ഈ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അതായത് മാർക്കറ്റിൽ നമുക്ക് ആകെ ചെയ്യാനുള്ളത് രണ്ടേ രണ്ട് കാര്യങ്ങളാണ്. ഒന്നെങ്കിൽ പ്രൈസ് മുകളിലേക്ക് പോകുന്നുള്ള ആന്റിസിപ്പേഷൻ ആണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള അനാലിസിസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പ്രൈസിൽ എന്ത് ചെയ്യും, ബൈ ചെയ്യും. ഇനി മാർക്കറ്റിൽ നിന്ന് ഒരു പ്രൈസ് താഴേക്ക് വരാനാണ് സാധ്യത, നമ്മുടെ അനാലിസിസ് പ്രകാരം മാർക്കറ്റ് ഇനി താഴേക്ക് പോകാനാണ് സാധ്യത എന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലേസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, സെൽ ചെയ്യും. മാർക്കറ്റിൽ നമുക്ക് ഈ രണ്ട് കാര്യങ്ങളെ ചെയ്യാനുള്ളൂ, ഒന്നെങ്കിൽ ബൈ ചെയ്യുക അല്ലെങ്കിൽ സെല് ചെയ്യുക. പക്ഷെ ഈ ബൈ ചെയ്യണതും സെല് ചെയ്യണതും ഡിഫറെന്റ് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണേ. ഓക്കെ. പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുക. ഓക്കെ. ഒന്നുകിൽ മാർക്കറ്റ് ഓർഡർ പ്ലേസ് ചെയ്യും, അല്ലെങ്കിൽ പെൻഡിങ് ഓർഡർ പ്ലേസ് ചെയ്യും. ഞാൻ ഈ പെൻഡിങ് ഓർഡറിലേക്ക് വരാം. പെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന ഒരു ലെവൽ എടുക്കാം നമുക്ക്. ഞാനിപ്പോൾ ഇവിടെ ചാർട്ട് എടുക്കുകയാണ്. ഓക്കെ. ഓക്കെ. ഞാനിപ്പോൾ ഇവിടെ യൂറോ എസ് ഡിയുടെ ഒരു ചാർട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ. ചാർട്ട് വിസിബിൾ അല്ലേ? എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ലേ? ടി ജെ മാത്യു, ഈ വരച്ചതൊന്ന് റിമൂവ് ചെയ്യണേ, സ്ക്രീനിൽ വരയ്ക്കരുത്. ഓക്കെ. ഡ്രോയിങ്സ് ഒന്ന് കളയണം, ടി ജെ മാത്യു. ഓക്കെ, താങ്ക്സ് ബ്രോ. സ്ക്രീനിൽ വരയ്ക്കരുത് കേട്ടോ. ഓക്കെ, ഫൈൻ. സോ ഞാനിപ്പോൾ ഇവിടെ യൂറോ എസ് ഡിയുടെ ചാർട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ പെൻഡിങ് ഓർഡർ എന്താണെന്നാണ് നമ്മൾ സംസാരിക്കാൻ പോണേ. ഓക്കെ. പെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാർക്കറ്റിൽ പ്രൈസ് നിൽക്കുന്ന ഏരിയ ഇവിടെയാണ്. പ്രൈസ് നിൽക്കുന്ന ഏരിയ ഇവിടെയാണ്. അവിടെയാണ് ഈ ഒരു ഡോട്ട് ഡോട്ട് ലൈനാണ് കാണാൻ പറ്റുക. അവിടെയുള്ള ഇപ്പോഴത്തെ കറന്റ് വാല്യൂ 1.1460. ഓക്കെ. ഇപ്പോൾ മാർക്കറ്റ് ഉള്ളത് ഈ ഒരു റേറ്റിലാണ് മാർക്കറ്റ് ഉള്ളത്. ഓക്കെ. അപ്പോൾ ഞാൻ അനലൈസ് ചെയ്താണ്ട് ഞാൻ മനസ്സിലാക്കി എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് ഇനി ഇവിടുന്ന് മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇവിടുന്ന് ഡയറക്റ്റ് പോവല്ലേ ചെയ്യുക. ചിലപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്യും, ഞാൻ റഫായിട്ട് പറയാണ്, എക്സാമ്പിൾ പറയാണ്, പ്രോപ്പർ അനാലിസിസ് അല്ല. മാർക്കറ്റ് ഒന്ന് താഴെ വന്നിട്ട് ഇവിടുന്ന് മുകളിലേക്ക് പോകാനാണ് സാധ്യത. ഓക്കെ. അപ്പോൾ ഇവിടെ വന്നിട്ട് ബൈ ചെയ്യുന്നതല്ലേ എനിക്ക് കൂടുതൽ ലാഭം? കാരണം ഇവിടുന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോവാം. ഇതായിരിക്കും നമ്മുടെ അനാലിസിസ് ഉണ്ടാവുക. അതായത് നമുക്ക് ഇവിടെ ഒരു സോണുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ. നമുക്കൊരു സോൺ ഉണ്ടാവും. ആ സോണിൽ ടാപ്പ് ചെയ്തിട്ടായിരിക്കും മാർക്കറ്റ് പോവുക എന്നുള്ളതാണ് എൻ്റെ അനാലിസിസ്. പക്ഷേ മാർക്കറ്റ് ഇപ്പോൾ അവിടെ എത്തിയിട്ടില്ല. അതിന് കുറച്ച് മുകളിലാണ് മാർക്കറ്റ് ഉള്ളത്.
ഓക്കെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് ട്രേഡ് ഉള്ളത് ഈ ഒരു ഏരിയയിൽ എത്തുമ്പോൾ മാത്രമേ ഞാൻ ട്രേഡ് എടുക്കുള്ളൂ. ഓക്കെ. ഒരിക്കലും ഞാൻ ഇവിടുന്ന് ട്രേഡ് എടുക്കൂല. മാർക്കറ്റ് ഇവിടെ എത്തി കൺഫർമേഷൻ തന്നാൽ മാത്രമേ ഞാൻ ട്രേഡ് എടുക്കുള്ളൂ. പക്ഷെ എനിക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ മാർക്കറ്റിൽ ഇങ്ങനെ വാച്ച് ചെയ്ത് നിൽക്കാൻ കഴിയില്ല. ലൈക്ക് എനിക്ക് വേറെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മാർക്കറ്റ് ഇവിടെ എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്ത് മാർക്കറ്റ് ഇവിടെ എത്തിയോ നോക്കി അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവിടെ ഒരു ഓർഡർ അങ്ങോട്ട് ഇട്ട് വെച്ചാൽ മതി. അതായത് നമ്മുടെ ബ്രോക്കറിന്റെ ആപ്പിൽ പോവും. ആ ആപ്പിൽ പോയിട്ട് ഇവിടുത്തെ പ്രൈസ് റേഞ്ച് എത്രയാന്ന് നോക്കും. ഇവിടുത്തെ പ്രൈസ് റേഞ്ച് എത്രയാ? 1.444000, അല്ലേ? അപ്പോൾ മാർക്കറ്റ് ഈ 1.440000 എത്തുമ്പോൾ എനിക്ക് ബൈ ചെയ്യണം എന്നുള്ള ഒരു ഓർഡർ ഞാൻ എൻ്റെ ബ്രോക്കറുടെ ആപ്പിൽ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ പ്ലേസ് ചെയ്ത് വെക്കും. ഓൾറെഡി പ്ലേസ് ചെയ്ത് വെക്കും. ഓക്കെ. ഇത്തരത്തിൽ മാർക്കറ്റ് ഇപ്പൊ നിലവിലുള്ള ഏരിയ അല്ല, നമ്മളിപ്പോ കണ്ടെത്തിയ ഒരു ഏരിയ സോണ്, ആ ഒരു സോണിൽ എത്തുമ്പം ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇട്ട് വെക്കുന്ന ഓർഡേഴ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? പെൻഡിങ് ഓർഡർ എന്ന് വിളിക്കുന്നത്. ഓക്കെ. ഇത്തരത്തിലുള്ള ഓർഡറുകളാണ് പെൻഡിങ് ഓർഡേഴ്സ്. ഇനി ഇതേ സംഭവം തന്നെയാണ് സെല്ല് ചെയ്യുന്ന ഒരു കേസിലും. ഇപ്പൊ മാർക്കറ്റ് ഇപ്പോൾ ഇവിടെയാണുള്ളത്. എനിക്ക് എൻ്റെ അനാലിസും കാര്യങ്ങളൊക്കെ നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി മാർക്കറ്റ് ഈ ഒരു സോണിൽ എത്തിക്കഴിഞ്ഞാൽ, ഈ ഒരു ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടുന്ന് വീണ്ടും താഴേക്ക് പോവാൻ സാധ്യത ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. പക്ഷെ മാർക്കറ്റ് ഇപ്പോൾ ഇവിടെയാണുള്ളത്. ഓക്കെ. ഇനി മാർക്കറ്റ് ഇങ്ങനെ കയറി കയറി ഇവിടെ എത്താൻ വെയിറ്റ് ചെയ്യണം. ഇവിടെ എത്തിയിട്ട് ഇവിടെ നിന്ന് എടുക്കാം, അങ്ങനെ വെയിറ്റ് ചെയ്യണം. നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവിടെ ഓൾറെഡി ഒരു ഓർഡർ ഇവിടെ പ്ലേസ് ചെയ്ത് വെക്കാം. അപ്പോൾ മാർക്കറ്റ് എപ്പോഴാണോ ഇവിടെ എത്തുന്നേ ആ ഒരു സമയത്ത് ഈ ഒരു ഷോർട്ട് ഓർഡർ അല്ലെങ്കിൽ ഈ ഒരു സെൽ ഓർഡർ അവിടെ നമ്മുടെ ബ്രോക്കർ ആക്റ്റീവ് ആക്കിക്കോളും. അതിനുവേണ്ടി നമ്മൾ ഓൾറെഡി പ്ലേസ് ചെയ്യുന്ന ഓർഡേഴ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? പെൻഡിങ് ഓർഡറുകൾ. ഓക്കെ. ഇനി ഇതേ സമയം നമ്മൾ വേറൊരു ടൈപ്പ് ഓർഡർ കൂടി ഉണ്ട് നമ്മളവിടെ കണ്ടിട്ടുണ്ട്. ഏതായിരുന്നു? മാർക്കറ്റ് ഓർഡർ. മാർക്കറ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ സിംപ്ലി ഇതിന്റെ ഓപ്പോസിറ്റ്. അതായത് ഇപ്പോൾ മാർക്കറ്റ് എവിടെയാണോ ഉള്ളത് അവിടുന്ന് നമ്മൾ ബൈ ചെയ്യുക അല്ലെങ്കിൽ അവിടുന്ന് സെല് ചെയ്യുക. ഓക്കെ. ഒന്നെങ്കിൽ അവിടുന്ന് ബൈ ചെയ്യുക അല്ലെങ്കിൽ അവിടുന്ന് സെല് ചെയ്യുക. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഓർഡർ, ഈ ഒരു രീതിയിൽ നമ്മൾ എടുക്കുന്ന ഓർഡേഴ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? മാർക്കറ്റ് ഓർഡറുകൾ. പറഞ്ഞത് ക്ലിയർ ആയോ എല്ലാവർക്കും? ഇത് സംഭവം സിമ്പിൾ അല്ലേ? ക്ലിയർ ആണോ എല്ലാവർക്കും? ഒന്ന് ചാറ്റ് ബോക്സിൽ പറയണേ എല്ലാവരും. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പെൻഡിങ് ഓർഡറുകൾ അതേപോലെ മാർക്കറ്റ് ഓർഡറുകൾ അതിന്റെ ഫെർദർ ക്ലാസിഫിക്കേഷനിലേക്ക് വരാം. ഓക്കെ. മാർക്കറ്റ് ഓർഡർ ഞാനിവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് ആൻ ഇൻസ്റ്റന്റ് ബൈ ഓർ സെൽ. നമ്മൾ എവിടെയാണോ ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്, മാർക്കറ്റ് എവിടെയാണോ ഉള്ളത് ആ കറന്റ് മാർക്കറ്റ് പ്രൈസ്, അതിനാണ് CMP എന്ന് വിളിക്കുക. അവിടുന്ന് നമ്മൾ ബൈ ചെയ്യുക അല്ലെങ്കിൽ അവിടുന്ന് സെൽ ചെയ്യുക. ഓക്കെ. നമ്മൾ ബൈ ചെയ്യുമ്പം അതിനെ നമ്മൾ ലോങ് ഓർഡർ എന്നാണ് വിളിക്കുക. സെല് ചെയ്യുമ്പം ഷോർട്ട് ഓർഡർ എന്നാണ് വിളിക്കുക. അപ്പൊ മാർക്കറ്റ് ഓർഡർ ആവട്ടെ പെൻഡിങ് ഓർഡർ ആവട്ടെ ബോത്തിലും നമ്മൾ ഇപ്പം ഒരു കാര്യം ബൈ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ വിളിക്കുന്ന പേര് ലോങ് ഓർഡർ. ഞാൻ ഇപ്പൊ ലോങ് എടുത്തു അല്ലെങ്കിൽ ഞാനിപ്പോൾ ഷോർട്ട് ചെയ്തു എന്നാണ് പറയാം. ഓക്കെ. ഇത് പൊതുവെ കോമൺലി എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. അത് ഞാൻ ബൈ ചെയ്തു സെൽ ചെയ്തു എന്നുള്ളതിന് പറയുന്നതിന് പകരം മോസ്റ്റ്ലി അധിക പേരും ചൂസ് ചെയ്യുന്ന വേർഡ് ലോങ് എടുത്തു അല്ലെങ്കിൽ ഷോർട്ട് ചെയ്തു എന്നാണ് പറയാം. ഓക്കെ. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. രണ്ട് പറഞ്ഞാലും ഓക്കെ ആണ്. ഓക്കെ. ഇനി ബൈ മാർക്കറ്റ് ഓർഡർ നമ്മൾ എന്താന്ന് പറഞ്ഞിട്ടുണ്ട്. സെൽ മാർക്കറ്റ് ഓർഡറും നമുക്കറിയാം. പെൻഡിങ് ഓർഡറിലാണ് കുറച്ച് ക്ലാസിഫിക്കേഷൻസ് വരുന്നത്. ഓക്കെ. പെൻഡിങ് ഓർഡറിൽ 4 ടൈപ്പ് ഓർഡേഴ്സ് വരുന്നുണ്ട്. ബൈ ലിമിറ്റ് വരുന്നുണ്ട്, ബൈ സ്റ്റോപ്പ് വരുന്നുണ്ട്, സെൽ ലിമിറ്റ് വരുന്നുണ്ട്, സെൽ സ്റ്റോപ്പ് വരുന്നുണ്ട്. ഓക്കെ. ഇത് ആക്ച്വലി നമ്മൾ SMC പഠിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളവിടെ മോസ്റ്റ്ലി 99% ചൂസ് ചെയ്യുക ഒന്നുകിൽ ബൈ ലിമിറ്റോ അല്ലെങ്കിൽ സെൽ ലിമിറ്റോ ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഈ ബൈ സ്റ്റോപ്പ് സെൽ സ്റ്റോപ്പ് കൂടുതൽ യൂസ് ചെയ്യുക ഏത് സ്ട്രാറ്റജി ആണെന്ന് വെച്ചാൽ, ഇപ്പോൾ ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജി ഒക്കെ ട്രൈ ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ലേ? ബ്രേക്ക് ഔട്ട്. ഇപ്പോൾ ഒരു പാറ്റേൺ ഉണ്ടായി അത് ബ്രേക്ക് ചെയ്യുമ്പം ആ ബ്രേക്കിൽ എൻട്രി എടുക്കുന്ന ആൾക്കാർ. ഓക്കെ. അങ്ങനത്തെ പാറ്റേണിലൊക്കെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലും ബൈ സ്റ്റോപ്പ് അല്ലെങ്കിൽ സെൽ സ്റ്റോപ്പ് ചൂസ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ബൈ ലിമിറ്റ് എന്താ സെൽ ലിമിറ്റ് എന്താ എന്നുള്ള കാര്യം നമുക്ക് ആദ്യം നോക്കാം. ഇപ്പോൾ ഞാൻ
ഇപ്പോൾ പ്രൈസ് നിൽക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഇതാ യൂറോസ്റ്റിയുടെ ഈ സെയിം കേസ് എടുക്കാൻ ഞാൻ ഒരു 15 മിനിറ്റിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, ഞാൻ ഈ ടൈം ഫ്രെയിമിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടിയോ എന്താ അവസ്ഥ? ടൈം ഫ്രെയിം വീഡിയോ എല്ലാവരും കണ്ടായിരുന്നോ? ആ കണ്ടായിരുന്നു. ഏകദേശം ഒരു ഐഡിയ കിട്ടി. ഓക്കെ ഓക്കെ, ഇനി നമ്മൾ പോകെ പോകെ ഓരോരോ കാര്യങ്ങൾ വരുമ്പോഴും ഇതേ ടൂൾസും കാര്യങ്ങളൊക്കെ വീണ്ടും ഡിസ്കസ് ചെയ്യും. ആഹ് ഈ ടൂൾസിനെ പറ്റിയും ഓരോ കാര്യങ്ങളെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യും. ഓക്കെ ഓക്കെ. സോ ഞാനിപ്പോ സപ്പോസ് ഇവിടെ ഒരു ഏരിയ കണ്ടെത്തി. ഓക്കെ, എന്റെ അനാലിസിസ് പ്രകാരം മാർക്കറ്റ് ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ മാർക്കറ്റ് എന്ത് ചെയ്യണം, ഇവിടുന്ന് താഴേക്ക് വന്നിട്ട് ഇവിടുന്ന് ഞാൻ ബൈ എടുക്കും. ഇതാണ് എന്റെ പ്ലാൻ. ഓക്കെ, ഞാൻ ഇതിനു മുമ്പ് ഹയർ ടൈം ഫ്രെയിം അനാലിസിസ് ഒക്കെ നടത്തിയിട്ടുണ്ട്. അങ്ങനെ നടത്തി കണ്ടെത്തിയ ഒരു ഏരിയ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ആണ് ഈ കാര്യങ്ങൾ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്റെ അനാലിസിസ് എങ്ങനെയാണ്, മാർക്കറ്റ് ഇനി ഇവിടെ താഴേക്ക് വന്നിട്ട് ഇവിടുന്ന് മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് ബാക്കിയുള്ള ലിക്വിഡിറ്റി എടുക്കാൻ വേണ്ടി റൺ ചെയ്യും. ഇതാണ് എന്റെ അനാലിസിസ്. ഓക്കെ, അപ്പോൾ ഇവിടേക്ക് ഇപ്പോൾ മാർക്കറ്റ് എത്തിയിട്ടില്ല, മാർക്കറ്റ് ഇവിടെ ഉള്ളൂ, ഇനി ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരണം. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു ബൈ ഓർഡർ പ്ലേസ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഓർഡർ ചെയ്യുന്ന, ഇങ്ങനെ നമ്മൾ പ്ലേസ് ചെയ്ത് വെക്കുന്ന ഓർഡറിനെ വിളിക്കുന്ന, ബൈ ഓർഡറിനെ വിളിക്കുന്ന പേരാണെന്ത്, ബൈ ലിമിറ്റ് ഓർഡർ. ഓക്കെ, ഇങ്ങനെ നമ്മളൊരു ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്, ബൈ ലിമിറ്റ് ഓർഡർ. ബൈ ലിമിറ്റ് ഓർഡർ ആകുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ ബൈ ലിമിറ്റ് നമ്മളെ ബ്രോക്കറിൽ ആക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മളിപ്പോൾ ട്രേഡ് എടുക്കുന്നത് എവിടെയാ, 1.14379, 379ലാണ് ട്രേഡ് എടുക്കുന്നത്. പക്ഷെ ഇപ്പൊ മാർക്കറ്റ് ഉള്ളത് എവിടെയാ, 1.146ലാണുള്ളത് അല്ലെ. 43ലാണ് നമ്മൾ ട്രേഡ് വരുന്നത്, 46ലാണ് മാർക്കറ്റ് ഉള്ളത്. അതായത് നമ്മൾ ട്രേഡ് എടുക്കുന്ന ഏരിയ ഇപ്പോൾ മാർക്കറ്റുള്ള ഏരിയനേക്കാളും കുറഞ്ഞ റേറ്റിലാവണം ഉണ്ടാവേണ്ടത്. അതിപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ഐഡിയ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനൊരു എക്സാമ്പിളോടെ പറയാം. ലൈക്ക് ഇപ്പോൾ ഒരു ഒരു സ്റ്റോക്ക്, ഓക്കെ, ഒരു സ്റ്റോക്ക് ഇങ്ങനെ വാട്ട് ഇതിപ്പം യൂറോസിറ്റി വേണ്ട, നമ്മൾ ഈ യൂറോസിറ്റിന്റെ എക്സാമ്പിൾ തന്നെ പറയാം. ഇപ്പോൾ ഈ യൂറോസിറ്റിന്റെ വാല്യൂ ഇപ്പോൾ ഈ 1.4 അതൊക്കെ നിങ്ങൾ ഒഴിവാക്കിയേക്ക് നമുക്ക് ഒരു സംഖ്യ എടുക്കാം. ഓക്കെ, ഇവിടെ നിന്നാണ് ഞാൻ ട്രേഡ് എടുക്കാൻ വിചാരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഇപ്പോൾ യൂറോസിറ്റിയുടെ വാല്യൂ ഒരു $400 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, $400 ആണെന്ന് വിചാരിക്കുക. ഇപ്പം യൂറോസിറ്റിയുള്ള വാല്യൂ $400. ഓക്കെ, ഇനി ഞാൻ ട്രേഡ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഏരിയ ഇവിടെയാണ്. ഓക്കെ, ഇവിടുത്തെ വാല്യൂ 300 ആണ്. ഓക്കെ, 300 ആണ്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ മാത്രമേ, അതായത് ഇപ്പോൾ പ്രൈസ് ഉള്ള ഏരിയനേക്കാളും ആ ഒരു പ്രൈസ് ലെവലിനേക്കാളും കുറഞ്ഞ പ്രൈസ് ലെവലിൽ മാത്രമേ നമുക്കൊരു ബൈ ലിമിറ്റ് ഓർഡർ ഇട്ട് വെക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് വരുന്ന സ്വാഭാവികമായിട്ട് വരുന്ന ഒരു ഡൗട്ടാണ്, സപ്പോസ് മാർക്കറ്റ് ഇങ്ങോട്ട് മുകളിലേക്ക് പോവുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ബൈ ലിമിറ്റ് ഓർഡർ ഇട്ട് വെക്കാൻ പറ്റുമോ? കാരണം ഇപ്പോൾ മാർക്കറ്റ് ഉള്ളത് 400 ആണ്, ഇവിടെ ഇപ്പം സപ്പോസ് ഒരു 500 ആണെന്ന് വിചാരിച്ചോ. പ്രൈസിന്റെ വാല്യൂ, ഈ പറയുന്ന വാല്യൂ ഞാനൊരു പൂർണ്ണസംഖ്യയിലേക്ക് മാറ്റിയതാട്ടോ. ഓക്കെ, 500 ആണ് ഇവിടെ ഉള്ള വാല്യൂ എന്ന് വിചാരിച്ചോ. ഇവിടെ നിങ്ങൾക്ക് ഒരു ബൈ ലിമിറ്റ് ഓർഡർ ഇട്ട് വെക്കാൻ പറ്റില്ല. കാരണം ലിമിറ്റ് ഓർഡർ എപ്പോഴും ബൈ ഓർഡർ ആണെന്നുണ്ടെങ്കിൽ ഉള്ള പ്രൈസിനേക്കാളും കുറഞ്ഞ പ്രൈസിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം ഈ ഒരു ഇങ്ങനെ ഒരു ഓർഡർ നമുക്ക് ഇട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പൊ 400ലാണുള്ളത്, അതിനേക്കാളും ഹയർ ആയിട്ടുള്ള ഒരു വാല്യൂവിൽ ഇട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ചൂസ് ചെയ്യണ കാര്യമാണ് എന്ത്, ബൈ സ്റ്റോപ്പ്. നമ്മൾ പറഞ്ഞ ഈ ബൈ സ്റ്റോപ്പ്. ബൈ ലിമിറ്റ് നമ്മൾ എപ്പോഴും എവിടെ ചൂസ് ചെയ്യുള്ളൂ, പ്രൈസ് ഇപ്പൊ എവിടെയാണോ ഉള്ളത് അതിനേക്കാളും താഴ്ന്ന റേറ്റിൽ എടുക്കുന്ന സമയത്ത് മാത്രമേ ബൈ ലിമിറ്റ് ചൂസ് ചെയ്യുള്ളൂ. പക്ഷേ SMCയുടെ കേസിൽ എപ്പോഴും നമ്മൾ ആകെ ചൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബൈ ലിമിറ്റ് അല്ലെങ്കിൽ സെൽ ലിമിറ്റ് മാത്രമാണ്. ഈ ബൈ സ്റ്റോപ്പ് സെൽ സ്റ്റോപ്പ് ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഈ ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജീസ് ഒക്കെയാണ് കൂടുതലും ഈ ബൈ സ്റ്റോപ്പ് സെൽ സ്റ്റോപ്പുകളൊക്കെ ഉപയോഗിക്കുക. കാരണം SMCയിൽ എപ്പോഴും നമുക്കൊരു ഡിമാൻഡ് അല്ലെങ്കിൽ സപ്ലൈ സോൺ ഉണ്ടാവും. ആ സോണിലേക്ക് മാർക്കറ്റ് തിരികെ വരുന്ന സമയത്താണ് നമ്മൾ എൻട്രി എടുക്കുക. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ബൈ ലിമിറ്റ് ആൻഡ് സെൽ ലിമിറ്റ് എന്താണെന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഓക്കെ, ബൈ സ്റ്റോപ്പ് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കണമെങ്കിൽ വിട്ടുകളയാ, പ്രശ്നമില്ല. നമുക്ക് ബൈ ലിമിറ്റ് എന്താ സെൽ ലിമിറ്റ് എന്താന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ക്ലിയർ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ?
ഓക്കെ. ഇനി സെൽ ലിമിറ്റ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു പ്രൈസ്, ആ ബൈ ലിമിറ്റിന്റെ കേസ് നമ്മൾ പറഞ്ഞു. ഇതേപോലെ തന്നെ സെൽ ലിമിറ്റ്. ഓക്കെ. സെൽ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. നമ്മൾ എപ്പോഴാണ് ഒരു പ്രൈസ് സെല് ചെയ്യുക, എപ്പോഴാണ് ഒരു പ്രൈസ് ബൈ ചെയ്യുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയോ? ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ ഒരു ഗോൾഡ് വാങ്ങി, നമ്മളെ കയ്യിൽ, ആ ഗോൾഡ് വാങ്ങി. ഗോൾഡ് വാങ്ങുമ്പോൾ നമ്മൾ ഇപ്പോൾ ഗോൾഡ് നമ്മൾ വാങ്ങിയത് ഒരു 40,000-നാണ്. 40,000 ആണ് ഗോൾഡ് വാങ്ങിയത് അല്ലേ? ആ ഒരു ഗോൾഡ് വാങ്ങി കുറച്ച് പ്രൈസ്, ഗോൾഡിന്റെ പ്രൈസ് മുകളിലേക്ക് പോയി, ഗോൾഡിന്റെ പ്രൈസ് ഒരു 60,000 ആയി. ഓക്കെ. ഗോൾഡിന്റെ പ്രൈസ് 60,000 ആയി. അങ്ങനെ ആവുമ്പോൾ നമുക്കിവിടെ 20,000 ലാഭം കിട്ടി. അതായത് നമ്മൾ ചെറിയ ഒരു വിലക്ക് വാങ്ങി വലിയൊരു വിലക്ക് നമ്മൾ എന്ത് ചെയ്യും, കൊടുക്കും. ഇതല്ലേ നമ്മൾ ചെയ്യാം. ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു 20,000 ഇവിടെ പ്രോഫിറ്റ് കിട്ടി. നമ്മൾ വാങ്ങിയത്, ബൈ ചെയ്തത് 40,000-നാണ്. ആ ഒരു ട്രേഡ് അല്ലെങ്കിൽ ആ ഒരു സംഭവം നമ്മൾ എക്സിറ്റ് ചെയ്യണത് എത്രയല്ല, 60,000-ലാ. അപ്പൊ നമുക്കിവിടെ 20,000 ലാഭം കിട്ടി. ഓക്കെ. എന്നാൽ സെല് ചെയ്യണ സമയത്ത് ഇപ്പൊ സപ്പോസ് നമുക്കിപ്പം കുറച്ച് ഗോൾഡ് നമ്മളെ കയ്യിലുണ്ട് എന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ വേണ്ട, നമുക്കൊരു ഐഫോണിന്റെ എക്സാമ്പിൾ എടുക്കാം. നമുക്കിപ്പോൾ ഒരാൾ ഒരു ഐഫോൺ ഗിഫ്റ്റ് തന്നു. ഓക്കെ. നമുക്കിപ്പോൾ ഒരു ഐഫോൺ 17 നമുക്കിപ്പോൾ ഒരാൾ ഗിഫ്റ്റ് തന്നു. ഐഫോൺ 17 അത് നമുക്ക് ഒരാൾ ഗിഫ്റ്റ് തന്നു. ഈ ഗിഫ്റ്റ് തന്ന ആ ഒരു സാധനത്തിന്റെ വാല്യൂ സപ്പോസ് ഒരു 1 lakh ആണെന്ന് വിചാരിച്ചോ. ഓക്കെ. 1 lakh ആണ് ഈ ഒരു ഗിഫ്റ്റ് തന്ന ഐഫോണിന്റെ വാല്യൂ. ഓക്കെ. പിന്നെ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ ഈ ഐഫോണിന്റെ വാല്യൂ എന്തായും, ഓട്ടോമാറ്റിക്കലി അതിന്റെ വാല്യൂ കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പോൾ ഒരു 50,000 ആയി. ഓക്കെ. അപ്പൊ നമുക്കറിയാം കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ ഇവിടെ നമുക്ക് മാർക്കറ്റിൽ ഇവിടെ നമുക്ക് ഈ ഒരു ഐഫോണിന്റെ വാല്യൂ കുറയും എന്നറിയാം. അപ്പൊ നമ്മൾ ഈ ഒരു 50,000 ആയപ്പോൾ നമ്മുടെ ഫ്രണ്ടിന് നമ്മൾ എന്ത് ചെയ്തു, ഈ 50,000-ന് ഈ ഒരു ഐഫോൺ കൊടുത്തു. ഓക്കെ. ഇവിടെ ആക്ച്വലി നമ്മൾ ഈ സാധനം, ഈ ഐഫോൺ 17 ഇവിടെ സെല് ചെയ്തതാ. ഓക്കെ. നമുക്ക് ഗിഫ്റ്റായി കിട്ടിയത്, നമുക്ക് പ്രത്യേകിച്ച് ഇതിൽ നഷ്ടോ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടോ? ഇവിടെ ഇപ്പോൾ നമുക്ക് ഗിഫ്റ്റായി കിട്ടിയ ഒരു കാര്യം നമ്മൾ എന്തിനു കൊടുത്തു, ഒരു 50,000-ന് കൊടുത്തു അല്ലേ? ഇനി ഇതേപോലെ ഈ ഐഫോൺ 17 ഇപ്പോൾ ആപ്പിൾ പുതിയ ഫോണൊന്നും ഇറക്കുന്നില്ല, ഐഫോൺ 17 തന്നെ ഉള്ളൂ. അപ്പോൾ ഐഫോൺ 17 ഇനി പുതിയ പ്രൊഡക്ഷൻ ഒന്നും നടത്തുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഈ ഐഫോൺ 17-ന്റെ വാല്യൂ അല്ലെങ്കിൽ ഡിമാൻഡ് വീണ്ടും കൂടും അല്ലേ? വീണ്ടും നല്ല പോലെ കൂടും. അപ്പോൾ നമ്മൾ ഈ 50,000-ന് കൊടുത്ത ഐഫോണിന്റെ 17-ന്റെ വാല്യൂ കൂടി കഴിഞ്ഞാൽ ഈ വാങ്ങിച്ച സുഹൃത്തിന് വീണ്ടും 1 lakh-ആയി അതിന്റെ വാല്യൂ എന്നുണ്ടെങ്കിൽ വീണ്ടും അവൻ എന്ത് ചെയ്യാം, സെല് ചെയ്യാൻ പറ്റും അല്ലെ? ഇവിടുന്ന് 50,000-ന് വാങ്ങി 1 lakh-ന് കൊടുക്കാൻ പറ്റും. ഈ രീതിയിലാണ് ഇപ്പൊ ഇവിടെ നമ്മൾ ഈ ഫസ്റ്റത്തെ പോർഷൻ എടുക്കുക. ഈ ഫസ്റ്റത്തെ പോർഷനിൽ ആക്ച്വലി നമ്മൾ ആദ്യം സെല് ചെയ്തേക്കാം. ഓക്കെ. ആദ്യം നമ്മൾ ഇവിടെ സെല് ചെയ്യാണ് ഉണ്ടായത്. അപ്പോൾ ഇതേപോലെ നമ്മളിപ്പോൾ ഒരു വാല്യൂ, ഒരു പ്രൈസിന്റെ വാല്യൂ നമ്മൾ അനാലിസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഈ ഒരു ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഇവിടുന്ന് എന്ത് ചെയ്യും, മാർക്കറ്റ് ഇവിടുന്ന് താഴേക്ക് പോകാൻ സാധ്യത ഉണ്ട് എന്ന് നമ്മൾ അനലൈസ് ചെയ്ത് കണ്ടുപിടിച്ചു. ഓക്കെ. അനലൈസ് ചെയ്ത് നമ്മൾ കണ്ടെത്തി ഇവിടെ നല്ലൊരു ഏരിയ ആണ്, ചിലപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് താഴെ പോകാൻ സാധ്യതയുണ്ട്. അതിനുള്ള അനാലിസും കാര്യങ്ങളും കൺഫർമേഷൻസ് ഒക്കെ നമുക്ക് കിട്ടി. ഓക്കെ. അപ്പോൾ ഇവിടുന്ന് പ്രൈസ് താഴേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് സെല്ല് ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഓക്കെ. സെല്ല് ചെയ്താലേ നമുക്ക് പ്രൈസ് എത്രത്തോളം താഴെ പോകുന്നുണ്ടോ അത്രത്തോളം ലാഭമായിരിക്കും നമുക്ക് ഉണ്ടാവുക. റൈറ്റ്. അതേസമയം ഇവിടുന്ന് ആരും നമ്മൾ എന്ത് ചെയ്യാൻ പോവില്ല, ബൈ ചെയ്യാൻ പോവില്ല. കാരണം ബൈ ചെയ്താൽ പ്രൈസ് മുകളിലേക്ക് പോയാൽ മാത്രമേ ലാഭമുള്ളൂ. പക്ഷെ ആക്ച്വലി ഇവിടെ നമ്മുടെ അനാലിസിസ് എന്താണ് പറയുന്നത്, പ്രൈസ് ഇവിടുന്ന് താഴേക്ക് പോകാൻ സാധ്യതയുണ്ട്, അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ സെല് ചെയ്യണം. പക്ഷെ പ്രൈസ് ഇപ്പോൾ അവിടെ എത്തിയിട്ടുമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഒരു ഓർഡർ ഇട്ട് വെക്കും. ആ ഓർഡറിനെ പറയുന്ന പേരാണ് സിംപിളി എന്ത് ഓർഡർ, ലിമിറ്റ് ഓർഡർ. ഓക്കെ. സെൽ ലിമിറ്റ് ഓർഡർ. ക്ലിയർ ആണോ ബൈ ലിമിറ്റ് ആൻഡ് സെൽ ലിമിറ്റ്? സിമ്പിളായ കാര്യങ്ങളല്ലേ? കൺഫ്യൂഷൻ ആവുണ്ടോ? ചാറ്റ് ബോക്സ് ഒന്നും പോരല്ലോ. എന്താ എല്ലാവരും കേട്ടിട്ട് മനസ്സിലായില്ല എന്നാണോ ഷഫീഖ് പറയുന്നത്?
കൺഫ്യൂഷൻ ഉണ്ട്. എന്താ ബ്രോ കൺഫ്യൂഷൻ? മൈക്ക് ഓപ്പൺ ചെയ്താണ്ട് ചോദിച്ചോ. ഡൗട്ട് ഉള്ളവർക്ക് മൈക്ക് ഓപ്പൺ ആക്കിയിട്ട് ചോദിക്കാട്ടോ. മൈക്ക് ഓൺ ആക്കി ചോദിക്കാം. എനിബഡി? ഒന്നുകൂടെ പറയാം. ഓക്കെ. നമുക്കിവിടെ ഓർഡേഴ്സുകൾ രണ്ട് ടൈപ്പ് ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞു. ഇത് ഓക്കെ അല്ലേ? ഈ മാർക്കറ്റ് ഓർഡർ ആൻഡ് പെൻഡിങ് ഓർഡർ, ഇത് ക്ലിയർ അല്ലേ? ഓക്കെ. യെസ്. ഇനി നമുക്കിവിടെ വരുന്നത് പെൻഡിങ് ഓർഡേഴ്സിൽ തന്നെ രണ്ടാൾക്കാർ. ഒന്ന് ബൈ ലിമിറ്റ്, സെൽ ലിമിറ്റ്. നമ്മൾ പറഞ്ഞു ബൈ സ്റ്റോപ്പും സെൽ സ്റ്റോപ്പും നമ്മൾ ഉപയോഗിക്കാൻ പോണില്ല. അത് ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജീസിലായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. പക്ഷെ നമ്മളിവിടെ SMC ആണ് പഠിക്കുന്നത്. അപ്പോൾ SMCയിൽ നമുക്ക് ബൈ ലിമിറ്റ് ആൻഡ് സെൽ ലിമിറ്റ് മാത്രം മതി. ഓക്കെ. അപ്പോൾ ബൈ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിളി ഇത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ പെൻഡിങ് ഓർഡർ ഇട്ട് വെക്കുമല്ലോ. ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ പെൻഡിങ് ഓർഡർ ഇട്ട് വെക്കും. ആ പെൻഡിങ് ഓർഡർ ബൈ ഓർഡർ ആണെന്നുണ്ടെങ്കിൽ അതിനെ സിംപ്ലി ബൈ ലിമിറ്റ് ഓർഡർ എന്ന് പറയും. അതായത് ഇപ്പൊ യൂറോസിറ്റിയുടെ ഈ കേസിൽ ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്നാണ് ഞാൻ അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ ഒരു ഏരിയയിൽ എത്തുമ്പോഴാണ് മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോകാൻ സാധ്യത ഉള്ളത്. അപ്പോൾ ഇവിടെ എത്തുന്ന സമയത്ത് ഞാൻ ഇവിടെ എത്തുന്നോ എന്ന് നോക്കിയിരിക്കേണ്ട കാര്യമില്ല. അതിനു മുമ്പ് എനിക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒരു ഓർഡർ, ഒരു ബൈ ഓർഡർ എനിക്ക് ഇവിടെ പ്ലേസ് ചെയ്തിടാം. ഓക്കെ. ഒരു ബൈ ഓർഡർ ഇവിടെ പ്ലേസ് ചെയ്തിടാം. ആ ബൈ ഓർഡറിനെ വിളിക്കുന്ന പേരാണെന്ത്? ബൈ ലിമിറ്റ് ഓർഡർ. ഓക്കെ. ഇതൊരു ലിമിറ്റ് അല്ലെങ്കിൽ സ്റ്റോപ്പ് എന്നുള്ളത് എപ്പോഴാവണമെന്ന് വെച്ചാൽ ലിമിറ്റ് ഓർഡർ എപ്പോഴും, ബൈ ലിമിറ്റ് ഓർഡർ എപ്പോഴും ഇപ്പോൾ ഉള്ള പ്രൈസിനേക്കാളും കുറഞ്ഞ പ്രൈസിലായിരിക്കും നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുക. ഓക്കെ. അതേസമയം ഒരു സെൽ ലിമിറ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തിരിച്ച് പ്രൈസ് ഇവിടുന്ന് വന്ന് ഇവിടെ എത്തിയിട്ട് താഴെ പോകാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. ഓക്കെ. ഇവിടെ എത്തിയിട്ട് താഴെ പോകാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ അനലൈസ് ചെയ്ത് മനസ്സിലാക്കി. ഇതെങ്ങനെയാണ് കിട്ടുക എന്ന് വെച്ചാൽ ഇതിനാണ് നമ്മൾ SMC കാര്യങ്ങളൊക്കെ പഠിക്കുക. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ ഇട്ട് വെക്കുന്ന ഓർഡറാണ്, പെൻഡിങ് ഓർഡറിനെ വിളിക്കുന്ന പേരാണ് സെൽ ലിമിറ്റ് ഓർഡർ. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സംഭവം. ഒരു സെൽ ലിമിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഉള്ള പ്രൈസ് ഉള്ള ലെവലിനേക്കാളും ഹയർ പ്രൈസിൽ മാത്രമേ, ഇപ്പോൾ 1.146 ആണ്, 1.146നേക്കാളും ഹയർ പ്രൈസിൽ മാത്രമേ നമുക്കൊരു ലിമിറ്റ് ഓർഡർ, ഒരു സെൽ ലിമിറ്റ് ഓർഡർ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. അത്രേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ. ക്ലിയർ അല്ലേ എല്ലാവർക്കും ഇനി? ഓക്കെ. ഇനി നമുക്കിതിൽ നോക്കേണ്ട ഒരു കാര്യം, ഇതിപ്പോ MT5 എന്ന് പറയുന്ന ഒരു ടെർമിനൽ ഉണ്ട്. നിങ്ങൾക്ക് MT5 അറിയാവോ? കഴിഞ്ഞ സെഷനിൽ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? MT5 ടെർമിനൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വേറെ ഒരു ഡൗട്ട് ചോദിക്കാമോ? ആ, ചോദിച്ചോ. നമ്മുടെ ബൈ ലിമിറ്റും സെൽ ലിമിറ്റും പറഞ്ഞല്ലോ. ആ നമ്മൾ മാർക്കറ്റ് താഴേക്ക് പോവുകയാണെങ്കിൽ, താഴേക്ക് പോയിട്ട് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ അവിടെ ബൈ ലിമിറ്റ് കൊടുക്കും. ആ അങ്ങനെ കൊടുക്കും. നമുക്ക് അവിടെ SL-ഉം മറ്റേ എന്താണ് ടാർഗറ്റ് TP TP-യും. കിട്ടി. ആ ആ ഇത് രണ്ടും അപ്പൊ മൂന്ന് ഫിഗർ നമ്മളിവിടെ കൊടുക്കണ്ടേ? അത് കൊടുക്കണം. അതാണ് ഇനി നെക്സ്റ്റ് നമ്മൾ ഇവിടെ പറയാൻ പോണേ. ഓക്കെ. ഓക്കെ. അതായത് നമ്മൾ ആക്ച്വലി രണ്ട് ഓർഡേഴ്സ് ആണ് നമുക്കുള്ളത്, ബൈ ലിമിറ്റ് ആൻഡ് സെൽ ലിമിറ്റ്, അല്ലെങ്കിൽ ബൈ ഓർഡർ അല്ലെങ്കിൽ സെൽ ഓർഡർ. ഈ രണ്ട് ഓർഡറുകളാണ് നമുക്കുള്ളത്. ഓക്കെ. അതിൽ തന്നെ നമ്മൾ ചേർക്കുന്ന രണ്ട് ഐറ്റംസ് ആണ് എന്ത്? സ്റ്റോപ്പ് ലോസ്, ടേക്ക് പ്രോഫിറ്റ്. ഇപ്പൊ ഇവിടെ നോക്കിയേ, ഇത് MT5 എന്നുള്ള ടെർമിനലിന്റെ മൊബൈലിൽ നമ്മൾ എടുത്താൽ കാണുന്ന ഒരു ഇന്റർഫേസ് ആണ്. ഓക്കെ. MT5 എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ സപ്പോസ് നമുക്കിപ്പം കുറെ ബ്രോക്കേഴ്സിൽ അക്കൗണ്ട് ഉണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ. ഇപ്പോൾ അൽപാരി ഒരു ബ്രോക്കറാണ്, അതേപോലെ HFM വേറൊരു ബ്രോക്കറാണ്. ഓക്കെ. ഇങ്ങനെ അല്ലെങ്കിൽ നമുക്ക് കുറെ പ്രോപ്പ് ഫേംസ്, നമ്മൾ പറഞ്ഞില്ലേ, ഫണ്ടിങ് പിപ്സ്, ഫണ്ടഡ് നെക്സ്റ്റ്, ഇങ്ങനെ കുറെ ഇതിൽ നമുക്ക് അക്കൗണ്ട് ഉണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് ട്രേഡ് എടുക്കണം എന്നുണ്ടെങ്കിൽ അതൊക്കെ പാടെ നമുക്ക് ഈ ഒരു MT5-നകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലോഗിൻ ചെയ്യാൻ പറ്റും. അവരുടെ യൂസർ ID പാസ്വേഡ് വെച്ചിട്ട് ഈ MT5-ന്റെ അകത്ത്, ഈ MT5 എന്നുള്ള ഈ ഒരു ആപ്പിനകത്ത് നമുക്ക് ഇതിന്റെ യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ട് ആ അക്കൗണ്ടുകളൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ MT5 തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഏതിലാണോ അക്കൗണ്ട് ചൂസ് ചെയ്യേണ്ടത്, ഏതിലാണോ ട്രേഡ് ചെയ്യേണ്ടത്, ആ അക്കൗണ്ട് ചൂസ് ചെയ്യുക, നമുക്ക് ട്രേഡ് എടുക്കുക. അങ്ങനെ ഒരു ടെർമിനലാണ് ആക്ച്വലി MT5 എന്ന് പറയുന്നത്.
ഓക്കെ. അപ്പോൾ ആ MT5ന്റെ ഇന്റർഫേസ് ആണ് ഈ പറയുന്ന ഈ കാണുന്ന ഈ രണ്ട് പിക്ചറിലുള്ളത്. ഓക്കെ. ഇവിടെ ഫസ്റ്റ് ഒരാളുണ്ട്, അതാണ് EUR/USD. ഇതാണ് നമ്മൾ ട്രേഡ് ചെയ്യാൻ പോണ അസറ്റ്. ഇത് നമ്മളവിടെ കൊടുക്കണം. ഓക്കെ. ഏതിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മളവിടെ കൊടുക്കണം. ഓക്കെ. ഇവിടെ നെക്സ്റ്റ് കണ്ടോ, മാർക്കറ്റ് എക്സിക്യൂഷൻ. ഓക്കെ. മാർക്കറ്റ് എക്സിക്യൂഷൻ ഇതിനർത്ഥം എന്താണ്? ഇത് എന്ത് ടൈപ്പ് ഓർഡർ ആണ് എന്നാണ്? പെൻഡിങ് ഓർഡർ ആണോ അതോ മാർക്കറ്റ് ഓർഡർ ആണോ? മാർക്കറ്റ് ഓർഡർ. മാർക്കറ്റ് ഓർഡർ. അപ്പൊ ഇതൊരു മാർക്കറ്റ് ഓർഡർ ആണ്. കാരണം ഇവിടെ മാർക്കറ്റ് എക്സിക്യൂഷൻ, മാർക്കറ്റ് ഇപ്പോൾ എവിടെയാണോ ഉള്ളത് ആ ഒരു ഏരിയയിൽ എൻട്രി എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മാർക്കറ്റ് ഓർഡർ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ മാർക്കറ്റ് ഓർഡർ ഇവിടെ കൊടുത്തു. ഇവിടെ കുറച്ച് സംഖ്യകൾ കാണുന്നില്ലേ, ഇവിടെ കുറച്ച് നമ്പേഴ്സ് ഇല്ലേ? ആക്ച്വലി ഇതെന്താണ്? നമ്മൾ മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പരിചയപ്പെട്ട ആരെങ്കിലും ആണോ? ലോട്ട് സൈസ്. അതെ, ലോട്ട് സൈസ് ആണ് ഈ പറയുന്നത്. ഇത് ഏതാണ് ലോട്ട് സൈസ്? സ്റ്റാൻഡേർഡ് ലോട്ട് അല്ലേ? മൈക്രോ മിനി കുറെ പേരുണ്ടല്ലോ. മൈക്രോ മിനി മാത്രമേ ഉള്ളൂ? മൈക്രോ. അതെ, ഇത് സ്റ്റാൻഡേർഡ് ലോട്ടാ? മൈക്രോ. മൈക്രോ 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 യെസ്, ഇത് ഒരു മൈക്രോ ലോട്ടാണ് അല്ലേ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് 0.01 എന്നൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത് മൈക്രോ ആണ്. മിനി ആണെങ്കിൽ എങ്ങനെ വരുള്ളൂ? 0.1. അത് കഴിഞ്ഞിട്ട് സീറോ വരില്ല, പോയിന്റ് കഴിഞ്ഞ ശേഷം സീറോ വരില്ല. ഓക്കെ. അപ്പോൾ ഇതൊരു മൈക്രോ ലോട്ടാണ്. ഓക്കെ. അപ്പൊ നമ്മളിവിടെ ലോട്ട് സൈസ് നമ്മളിവിടെ കൊടുക്കണം. ഓക്കെ. ഈ ലോട്ട് സൈസ് നമ്മളിവിടെ കൊടുക്കണം. ഓക്കെ. നെക്സ്റ്റ് ഇവിടെ സ്റ്റോപ്പ് ലോസ്, ടേക്ക് പ്രോഫിറ്റ് ഇത് നമുക്കിവിടെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ബട്ട് നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്? ഇവിടെ 0.01 എന്ന് കൊടുത്തിട്ട് സ്റ്റോപ്പ് ലോസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓർഡർ ഇടുന്നതിന്റെ കൂടെ തന്നെ സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഡയറക്റ്റ് പോയിട്ട് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും നമുക്ക് മോഡിഫൈ ചെയ്യാം. നിങ്ങൾ ആ ഒരു MT5ന്റെ വീഡിയോ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഇങ്ങനെ മോഡിഫൈ ചെയ്യുന്ന കേസൊക്കെ നമ്മൾ അതിൽ പറയുന്നുണ്ട്. ഓക്കെ. ആ വീഡിയോന്റെ ലിങ്ക് കഴിഞ്ഞ സെഷനിലായിട്ട് അവിടെ നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ഈ സ്റ്റോപ്പ് ലോസും ടേക്ക് പ്രോഫിറ്റും കൊടുക്കാം. ഇതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ വേറെ ഓർഡേഴ്സ് ഇടേണ്ട ആവശ്യമില്ല. വേറെ ഓർഡേഴ്സ് ഇൻ ദ സെൻസ് ഇപ്പോൾ ബൈ ഓർഡർ ഇടുന്ന പോലെ അല്ലെങ്കിൽ ബൈ സെൽ എന്ന് പറഞ്ഞാണ്ട് ഒരു ഓർഡർ ഇടേണ്ട ആവശ്യമില്ല. ഇതിന്റെ കൂടെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഓർഡർ സെറ്റ് ചെയ്തതിന് ശേഷം ഈ ഓർഡർ സെൽ എന്ന് കൊടുത്തതിന് ശേഷം നമ്മുടെ പോർട്ട്ഫോളിയോയിൽ പോയി കഴിഞ്ഞാൽ അവിടെ മോഡിഫൈ ഓർഡർ എന്നുണ്ടാവും. അവിടെ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസിന്റെ പോയിന്റ് എവിടെയാണ്, സ്റ്റോപ്പ് ലോസ് ഏത് പ്രൈസിലാണ്, ടാർഗറ്റ് എത്രയിലാണ് എന്നുള്ളതൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ മോഡിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ ഇതാണ് ഒരു മാർക്കറ്റ് ഓർഡറിൽ വരുന്ന ഇന്റർഫേസ് എന്ന് പറയുന്നത്. അതേസമയം ഇവിടെ ഏതാണ് ഓർഡർ? ലിമിറ്റ് ഓർഡർ ആണ് അല്ലെ? ബൈ ലിമിറ്റ് ഓർഡർ ആണ്. ബൈ ലിമിറ്റ് ഓർഡർ ആവുമ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടോ, ഇപ്പം ഇതിലുള്ളതേപോലെ ഇവിടെ ബൈ ലിമിറ്റ് എന്നുണ്ട്, ഇവിടെ 0.01 ഉണ്ട്, ഇവിടെ 1.00. ഇവിടെ സ്റ്റാൻഡേർഡ് ലോട്ടാണ് എടുക്കുന്നത്. ഓക്കെ. അതേ വ്യത്യാസമുള്ളൂ. പക്ഷെ ഇവിടെ ഒന്നും ഇല്ലാത്ത ഒരു ആൾ ഇവിടെ ഉണ്ട്. ഇത് കണ്ടോ നിങ്ങൾ? പ്രൈസ്. ഇതില് പ്രൈസ് ഇല്ലായിരുന്നു. ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? സ്റ്റോപ്പ് ലോസ്, ടേക്ക് പ്രോഫിറ്റ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്താൽ മതി, ഇല്ലെങ്കിലും ഈ ഒരു ഓർഡർ പോകും. ഇവിടെ എന്തുണ്ട്? പ്രൈസ് എന്നുണ്ട്. ഓക്കെ. ഈ പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി മാർക്കറ്റ് പ്രൈസ് അല്ല. ഈ ഒരു പ്രൈസ് എന്താണെന്ന് അറിയോ? ലിമിറ്റ്. അതായത് നമ്മൾക്ക് എവിടെയാണോ ആ ഒരു ട്രേഡ് പ്ലേസ് ചെയ്യേണ്ടത് ആ ഒരു ഏരിയ ആണ് ആക്ച്വലി ആ ഒരു ഏരിയ അല്ലെങ്കിൽ ആ ഒരു പ്രൈസ് ലെവലാണ് ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ. ഇപ്പോൾ നമുക്കിപ്പോൾ ട്രേഡ് എടുക്കേണ്ടത് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 1.14379 അല്ലേ? ഞാനിവിടെ കേഴ്സർ വെക്കുമ്പോൾ അവിടെ എത്രയാ റൈറ്റ് സൈഡിൽ കാണിക്കുന്നത്? 1.14379. നമുക്ക് അവിടെയാണോ ട്രേഡ് എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു നമ്പർ അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ആ ഒരു പ്രൈസ് ലെവലാണ് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ. ഇവിടെയും സ്റ്റോപ്പ് ലോസും ടേക്ക് പ്രോഫിറ്റും ഉണ്ട്. നമുക്ക് ഇതിന് കൂടെ തന്നെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും നമുക്കിത് മോഡിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ സ്റ്റോപ്പ് ലോസ്, ടേക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത് അനദർ ടൈപ്പ് ഓഫ് ഓർഡേഴ്സ് ആണ്. പക്ഷേ ഈ ബൈ അല്ലെങ്കിൽ സെൽ പോലുള്ള കാര്യമല്ല. ബൈയോ അല്ലെങ്കിൽ സെല്ലോ പ്ലേസ് ചെയ്താൽ മാത്രമേ നമുക്ക്
ഈ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ടേക്ക് പ്രോഫിറ്റ് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ചോദിച്ച ആൾക്ക് മനസ്സിലായോ? ഇത് ഐഡിയ കിട്ടിയോ? യെസ്, മനസ്സിലായി മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഓർഡേഴ്സിന്റെ കേസ് വരുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? എന്താണ് ബൈ ലിമിറ്റ്, എന്താണ് സെൽ ലിമിറ്റ്, ഡിഫറെന്റ് ടൈപ്പ്, ഈ ഒരു ഇന്റർഫേസ് നിങ്ങൾക്ക് ഇതിന്റെ ഡിഫറൻസ് ഒക്കെ മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഓക്കെയാണ്. ഓക്കെ, സോ ഇനി നമ്മൾ ഓൾറെഡി നെക്സ്റ്റ് കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിവറേജിനെ പറ്റി. ഓക്കെ, നമ്മൾക്ക് ഒരു നമ്മുടെ ഇപ്പൊ നമ്മുടെ ഏത് ബ്രോക്കർ ആവട്ടെ, ആ ബ്രോക്കർ തരുന്ന എന്താണ് ആ ബ്രോക്കർ തരുന്ന അഡ്വാൻറ്റേജ് ആണ് എന്ത് ലിവറേജ് എന്ന് പറഞ്ഞാൽ. അവർ തരുന്ന ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് പോലെ. ഓക്കെ, ഇനി മാർജിൻ, നമ്മളിപ്പോ ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ട്രേഡ് നമ്മുടെ അക്കൗണ്ടിൽ ഇപ്പം ഹോൾഡ് ചെയ്യാനുള്ള മിനിമം ബാലൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ആ ഒരു കാര്യമാണ് നമ്മൾ ഈ മാർജിൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം. ഓക്കെ, അപ്പോൾ ഈ മാർജിന്റെ കേസും ലിവറേജും ഒക്കെ ഇത് നിങ്ങളൊന്നും ബൈ ഹാർട്ട് പഠിക്കേണ്ട ഒരു കാര്യമല്ല. നമ്മൾ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഇൻ കേസ് നിങ്ങൾക്കിത് അറിയില്ല, ലൈക്ക് മനസ്സിലായില്ലെങ്കിലും ഇതൊക്കെ വിട്ടുകളയുക. കാരണം ഇതൊക്കെ നമ്മൾ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഇതൊരിക്കലും നമുക്ക് ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ആലോചിക്കേണ്ട ഒരു കേസല്ല ഇത്. ഓക്കെ, അതുകൊണ്ട് ഇതിനൊക്കെ ലെസ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. നിങ്ങൾ കൂടുതൽ ഈ ഒരു കാര്യങ്ങൾ മനസ്സിലായോ എന്ന് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഇനി നമ്മൾ പറയാൻ പോകുന്ന മാർക്കറ്റ് അനാലിസിന്റെ കാര്യങ്ങളും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യാം. ഓക്കെ, കൂടുതൽ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ. ഓക്കെ, പിന്നെ നിങ്ങൾ കഴിഞ്ഞ സെഷനിലൊക്കെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചാർജസിനൊക്കെ പറ്റി. അതിന്റെ ഒരു കേസാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സ്പ്രെഡ് ചാർജ് ഉണ്ട്. അതായത് മാർക്കറ്റിൽ നമുക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ചാർജസ് ഏതൊക്കെയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അതിലൊന്നാണ് സ്പ്രെഡ്, മറ്റൊന്ന് കമ്മീഷൻ, ആൻഡ് അനദർ ഒന്നാണ് സ്വാപ്പ് ചാർജ്. ഓക്കെ, സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു ഇവിടെ തന്നെ എക്സാമ്പിൾ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു യൂറോസിയുടെ ചാർട്ട് ഇപ്പോൾ ലൈവ് അല്ലാത്തത് കൊണ്ടായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഈ 1.14650 എന്ന് കണ്ടില്ലേ? ഓക്കെ, ഇതാണ് ഇപ്പോൾ പ്രൈസ് നിൽക്കുന്ന ലെവല് അല്ലേ? പ്രൈസ് ഇപ്പോൾ ഉള്ള ലെവല് 1.14650. പക്ഷെ നമ്മൾ ചിലപ്പോൾ ബ്രോക്കറിന്റെ അടുത്ത് പോയിട്ട് നമ്മൾ ചിലപ്പോൾ ഇവിടെ ഒരു ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്തെന്ന് വെച്ചോ. ബ്രോക്കറിന്റെ ആപ്പിൽ ഈ ഒരു ലിമിറ്റ് ഓർഡർ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഒരു മാർക്കറ്റ് ഓർഡർ എടുത്തു എന്ന് വിചാരിച്ചോ. പക്ഷെ നമ്മൾ ആ ഒരു ഓർഡർ നോക്കുന്ന സമയത്ത് എക്സാക്റ്റ് ഈ ഒരു പോയിന്റിലായിരിക്കൂല നമ്മളെ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. ഇപ്പോൾ 1.14560 എന്ന് പറയുമ്പം 1 2 3 4 ഈ 1.14560 എന്ന് പറയുമ്പോൾ അതിനേക്കാളും ചിലപ്പം ഒരു 2 പിപ്പറ്റോ അല്ലെങ്കിൽ 1 പിപ്പറ്റോ ഒക്കെ ചെറിയ ഒരു മൈന്യൂട്ട് വ്യത്യാസത്തിലായിരിക്കും ആക്ച്വലി അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവുക, പ്രൈസ് എൻ്റർ ആയിട്ടുണ്ടാവുക. അതായത് നമ്മളിപ്പോൾ 1.14560 എന്നുള്ളതിൽ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്താലും ആ ഒരു ബ്രോക്കറിന്റെ അല്ലെങ്കിൽ ആ ഒരു മാർക്കറ്റിൽ അപ്പോൾ നമുക്ക് ഈ ഒരു സാധനം തരാൻ ആള് വേണ്ടേ? ഇപ്പൊ നമ്മളിപ്പോ ആക്ച്വലി ബ്രോക്കറോട് പറയാണ് എനിക്കിപ്പോ ഈ ഒരു ഏരിയയിൽ നിന്ന് എൻട്രി ചെയ്യണം. ഓക്കെ, ഇപ്പൊ ഈ ഒരു ഏരിയയിൽ നിന്ന് എൻട്രി ചെയ്യണം. ഞാനിപ്പോ സപ്പോസ് ഇവിടുത്തെ വാല്യൂ ഒരു 100 ആക്കുകയെന്ന് വിചാരിച്ചോ. $100 ആണ് ഇവിടുത്തെ ഈ ഒരു യൂറോസിറ്റിയുടെ വാല്യൂ. അപ്പോൾ പ്രൈസ് ഇവിടെ എത്തുമ്പോൾ എനിക്ക് ഈ $100 എന്നുള്ള വാല്യൂവിൽ എനിക്ക് ഇവിടുന്ന് ബൈ ചെയ്യണം. ഞാൻ ഇവിടുന്ന് ഒരു സാധനം വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അത് തരാന് എനിക്ക് മാർക്കറ്റിൽ ഒരാൾ വേണം അല്ലേ? അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രോക്കറെ സമീപിക്കണേ. അപ്പോൾ ബ്രോക്കറിന്റെ ആ ഒരു ആപ്പിൽ അല്ലെങ്കിൽ ബ്രോക്കറിന്റെ ആ ഒരു സമയത്ത് ബ്രോക്കർ അവിടെ തരുന്നത് ചിലപ്പോൾ നമുക്ക് $99 റേറ്റിലായിരിക്കും, അല്ലെങ്കിൽ $101 റേറ്റിലായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ 102, ഇങ്ങനെ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ഡിഫറൻസിലായിരിക്കും നമുക്ക് ആ ഒരു ഓർഡർ അവിടെ എക്സിക്യൂട്ട് ആയിപ്പെടുക. ഓക്കെ, ഇതിന് കാരണം എന്ന് പറയുന്നത് സ്പ്രെഡ് വാല്യൂ ആണ്. ഓക്കെ, മാർക്കറ്റിൽ പല ബ്രോക്കേഴ്സിന് ഡിഫറെന്റ് സ്പ്രെഡ് ആണുള്ളത്. അപ്പോൾ ഹൈ സ്പ്രെഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 100-ന് കിട്ടേണ്ട സാധനം ചിലപ്പോൾ 110-നൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ നമ്മളൊരു ബ്രോക്കർ സെലക്ട് ചെയ്യുന്ന സമയത്ത് മിനിമം ഏറ്റവും ലോ ആയിട്ട് സ്പ്രെഡ് ഉള്ള ബ്രോക്കേഴ്സിനെ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഇപ്പോൾ സപ്പോസ് ഇവിടെ നമുക്ക്
നമ്മളിപ്പോ ഇവിടെ ഒരു SL വെച്ച് വെച്ചോ, പ്രൈസ് ഇനിയിപ്പോൾ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു രണ്ടാമത്തെ ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ആ ഒരു ഓർഡർ SL എക്സിക്യൂട്ട് ആവണമെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ SL എക്സിക്യൂട്ട് ആയി. ഓക്കെ, ഇവിടെ ഞാൻ SL ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, അപ്പോൾ പ്രൈസ് ചിലപ്പോൾ ഇതിന് തൊട്ടടുത്ത് എത്തിയിട്ടുണ്ടാവുള്ളൂ. നമ്മൾ ട്രേഡിംഗ് വ്യൂ നോക്കുമ്പോൾ ചിലപ്പം പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, സോറി, ട്രേഡിംഗ് വ്യൂ നോക്കുമ്പം പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ഈ ഒരു ലൈനിന്റെ ഇവിടെ എത്തിയിട്ടുണ്ടാവില്ല. പക്ഷേ നമ്മൾ ബ്രോക്കറിന്റെ ആപ്പിലോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഫണ്ടിങ് ഫേം ആണെന്നുണ്ടെങ്കിൽ അവരുടെ ആ MT5ന്റെ അവരുടെ അക്കൗണ്ട് നോക്കുമ്പം നമ്മുടെ SL അടിച്ചിട്ടുണ്ടാവും. ഈ ഒരു സംഭവം ചിലപ്പോൾ ഓൾറെഡി ചെയ്യുന്ന ആൾക്കാർക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമായിരിക്കും. ട്രേഡിംഗ് വ്യൂവിൽ SLന്റെ ഏരിയയിൽ പ്രൈസ് എത്തിയിട്ടുണ്ടാവില്ല, എന്നാലോ നമ്മൾ ബ്രോക്കർ നോക്കുമ്പോൾ ബ്രോക്കറിലോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഫണ്ടിങ് ഫേമിന്റെ ആ ഒരു അക്കൗണ്ടിലോ SL അടിച്ചിട്ടും ഉണ്ടാവും. ഇതിന് കാരണം സ്പ്രെഡ് തന്നെയാണ്. കാരണം ഈ പ്രൈസ് ഇവിടെ എത്തിയിട്ട് ഇതിന് എക്സിക്യൂട്ട് ആവാനുള്ള ഏരിയ എന്ന് പറയുന്നത് ചിലപ്പോൾ ഓൾറെഡി ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ടാവും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ അതേപോലെ ഇപ്പോൾ $100 നമ്മൾ SL സെറ്റ് ചെയ്താലും ചിലപ്പം 101 എത്തിക്കഴിയുമ്പോൾ തന്നെ SL ഇവിടെ തരാനുള്ള ആൾക്കാർ അവിടെ ഉണ്ടാവും, സ്പ്രെഡ് കാരണം. അല്ലെങ്കിൽ ഇവിടുന്ന് ആ ഒരു ഓർഡർ എക്സിക്യൂട്ട് ആയിട്ടുണ്ടാവും. അപ്പോൾ സ്പ്രെഡ് കുറഞ്ഞ ആൾക്കാരെ വേണം, അല്ലെങ്കിൽ ബ്രോക്കേഴ്സിനെ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ നല്ല സ്പ്രെഡുള്ള ബ്രോക്കേഴ്സിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ വിചാരിച്ചതിനേക്കാളും വലിയ ഡിഫറൻസിലായിരിക്കും ഓർഡറുകൾ എക്സിക്യൂട്ട് ആയി പോവുക. അപ്പോൾ അതിനനുസരിച്ചുള്ള ലാഭനഷ്ടങ്ങൾ നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അതേസമയം കമ്മീഷൻ എന്ന് പറയുന്നത് ഇവരെടുക്കുന്ന അനദർ ചാർജ് ആണ്. അപ്പോൾ ഓരോ ട്രേഡിനും അവർ ഈടാക്കുന്ന ഒരു ഫീ ആണ് കമ്മീഷൻ. ഓക്കെ, ഓരോ ട്രേഡിനും അവർ ഈടാക്കുന്ന ഫീ ആണ് കമ്മീഷൻ. പക്ഷെ ചില ബ്രോക്കേഴ്സ് കുറച്ച് കമ്മീഷൻ എടുക്കും. കുറച്ച് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി നല്ല കമ്മീഷൻസ് എടുക്കും, പക്ഷെ അവരുടെ സ്പ്രെഡ് വളരെ കുറവായിരിക്കും. ഓക്കെ, അതേസമയം ചില ബ്രോക്കേഴ്സിന് സ്പ്രെഡ് അധികവും കമ്മീഷൻ വളരെ ലോ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഏത് ബ്രോക്കർ സെലക്ട് ചെയ്യുകയാണെങ്കിലും ആ ബ്രോക്കേഴ്സിന്റെ സ്പ്രെഡ് എത്ര ഉണ്ട്. അപ്പോൾ സീറോ സ്പ്രെഡ് അക്കൗണ്ട് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള കുറെ ബ്രോക്കേഴ്സ് ഉണ്ട്. സീറോ സ്പ്രെഡ്, ആക്ച്വലി ഇവർ സീറോ സ്പ്രെഡ് എന്ന് പറയുകയാണെങ്കിൽ കൂടിയും അവര് അതിൽ ചെറിയ സ്പ്രെഡ് ഇല്ലാതിരിക്കൊന്നുമില്ല കേട്ടോ. ഇപ്പൊ നമ്മൾ അൽപാരി എന്ന് പറഞ്ഞ ബ്രോക്കേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യാറ്. ഈ അൽപാരി എന്ന് പറഞ്ഞ ബ്രോക്കറിൽ സീറോ സ്പ്രെഡ് ആണ് അവര് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, എന്നിരുന്നാൽ പോലും അതിൽ ചെറിയൊരു സ്പ്രെഡ് വാല്യൂ നമുക്ക് കിട്ടാറുണ്ട്, പക്ഷെ നമുക്ക് മാനേജബിൾ ആണ്. ഓക്കെ, പിന്നെ അവരുടെ വേറെ തന്നെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ അവർക്ക് നല്ലൊരു സപ്പോർട്ട് ടീം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ വിഡ്രോ ഈ ഒരു സമയമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ അവരുടെ സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ബ്രോക്കർ സെലക്ട് ചെയ്യുമ്പോൾ സ്പ്രെഡ് മാത്രമല്ല നോക്കേണ്ടത്, സ്പ്രെഡ് കമ്മീഷൻ മാത്രമല്ല നോക്കേണ്ടത്, അവരെത്രത്തോളം സപ്പോർട്ട് നമുക്ക് തരുന്നുണ്ട്. ഓക്കെ, ടെക്നിക്കലായിട്ടും നമ്മുടെ ഫണ്ട് പരമായിട്ടുള്ള സപ്പോർട്ട് എത്രത്തോളം തരുന്നുണ്ട്, ഓൾറെഡി അവർ മാർക്കറ്റിൽ എത്രത്തോളം നല്ല രീതിയിൽ ഇതുവരെ വർക്ക് ചെയ്തിട്ടുണ്ട്, അവരുടെ ക്രെഡിബിലിറ്റി. ഓക്കെ, അവരെത്രത്തോളം മാർക്കറ്റിൽ ഉണ്ട്, ഇതൊക്കെ വേണം നോക്കിയിട്ട് വേണം നമ്മളൊരു ബ്രോക്കറിനെ സെലക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഇനി സ്വാപ്പ് ചാർജ് കൂടി പറയാം. സ്വാപ്പ് ചാർജ് എന്ന് പറഞ്ഞാൽ സിംപ്ലി റോൾ ഓവർ ഫീസ് ആണ്. ഇപ്പം റോൾ ഓവർ ഫീസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ കഴിഞ്ഞ സെഷനിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് വേണമെങ്കിൽ സ്വിംഗ് പൊസിഷൻ എടുക്കാം, ഇൻട്രാഡേ ചെയ്യാം. സ്വിംഗ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഡെയിലി ഇപ്പം സപ്പോസ് ഇന്നൊരു ട്രേഡ് എടുത്തു, ഞാൻ ആ ട്രേഡ് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ വരെ ഹോൾഡ് ചെയ്യാണ്. അപ്പോൾ ആ ഒരു ഓവർനൈറ്റിന് അവർ ഈടാക്കുന്ന ചാർജാണ് സ്വാപ്പ് ചാർജ്. കമ്പാരിറ്റീവ്ലി ഇതും കുറവാണ്. ചില ബ്രോക്കേഴ്സിന് മാത്രമേ അല്ലെങ്കിൽ ചില ഫണ്ടിങ് ഫേംസിന് മാത്രമേ ഈ ഒരു ഫീ അധികമായിട്ട് വരുന്നുള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ ഇത്രയും പറഞ്ഞത്? എല്ലാവർക്കും ഓക്കെ ആണോ? ക്ലിയർ ആണെങ്കിൽ ക്ലിയർ പറയൂ. ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? യെസ്, യെസ്, ഓക്കെ, ഓക്കെ, ഓക്കെ. ഇനി നമുക്ക് ഡയറക്റ്റ്ലി
മാർക്കറ്റ് അനാലിസിസിലേക്ക് വരാം. ഓക്കെ, അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. അതോടുകൂടി നമ്മുടെ സെഷൻ, ബേസിക്സിന്റെ സെഷൻ കംപ്ലീറ്റ്ലി അവിടെ ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് ടെക്നിക്കൽ ടേംസ് അല്ല, നമ്മൾ ഇതിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. ഈ ഒരു ബ്രോക്കർ സൈഡ്, അതേപോലെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, അതേപോലെ ട്രേഡ് ചെയ്യുന്ന അസറ്റുകൾ, അതിന്റെ ടൈം, അങ്ങനെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഓക്കെ, ഇനിയാണ് നമ്മൾ മാർക്കറ്റിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അതിന്റെ ബേസിക് ആയിട്ട് പോകുന്നത്. ഓക്കെ, മാർക്കറ്റിനെ അനലൈസ് ചെയ്യാൻ മീൻസ് ഈ ഒരു വെബ്സൈറ്റ് ത്രൂ നമ്മൾ മാർക്കറ്റ് അനലൈസ് ചെയ്യുന്നു. മാർക്കറ്റിൽ നമുക്ക് എവിടെ നിന്നൊക്കെ ബൈ ചെയ്യാം, എവിടെ നിന്നൊക്കെ സെല് ചെയ്യാം, എവിടെ SL വെക്കണം, എവിടെ TP വെക്കണം, എപ്പോൾ ട്രേഡ് എടുക്കരുത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി പഠിക്കാൻ പോണത് ഈ മാർക്കറ്റ് അനാലിസിലൂടെയാണ്. ഓക്കെ, അപ്പോൾ ഈ മാർക്കറ്റ് അനാലിസിസ് സിംപിളി പറയുകയാണെന്നുണ്ടെങ്കിൽ 3 ടൈപ്പ് ഉണ്ട്. ഓക്കെ, ഫണ്ടമെന്റൽ അനാലിസിസ് ഉണ്ട്, സെന്റിമെന്റൽ അനാലിസിസ് ഉണ്ട്, ടെക്നിക്കൽ അനാലിസിസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫണ്ടമെന്റൽ അനാലിസിസ് എന്താണ്, ടെക്നിക്കൽ അനാലിസിസ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യാം. ഈ സെന്റിമെന്റൽ അനാലിസിസ് എന്താണെന്ന് നമ്മൾ ജസ്റ്റ് പറയാം. ഓക്കെ, ആദ്യം ഫണ്ടമെന്റൽ അനാലിസിസ്. ഓക്കെ, ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾക്കിവിടെ വായിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാവും. സിമ്പിൾ ആണ്. നമ്മളിപ്പം പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ട്രേഡ് ചെയ്യാൻ പോകുന്നത് ഡിഫറെന്റ് കൺട്രീസിന്റെ കറൻസീസിലാണ്, അല്ലെ? ഡിഫറെന്റ് കൺട്രീസിന്റെ അവരുടെ കറൻസിയിലാണ് നമ്മൾ ട്രേഡ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ USD എന്ന് പറയുമ്പോൾ യൂറോപ്പിലെ യൂറോയും അമേരിക്കയിലെ US ഡോളറും വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ട്രേഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ രാജ്യത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ, ആ രാജ്യത്ത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ രാജ്യത്തെ എക്കണോമിക്കലി അല്ലെങ്കിൽ പൊളിറ്റിക്കലി അല്ലെങ്കിൽ ജിയോഗ്രഫിക്കലി നടക്കുന്ന കാര്യങ്ങളൊക്കെ അതാത് രാജ്യങ്ങളുടെ കറൻസിയെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഓക്കെ, ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് നോക്കാം. ഇന്ത്യൻ റുപ്പി ഇപ്പൊ ഇവിടെ അടുത്ത് വാർ ഉണ്ടായി. വാർ ഉണ്ടായപ്പോൾ ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ നല്ല രീതിയിൽ കുറഞ്ഞത് നമ്മൾ കണ്ടതാണ്, അല്ലെ? അതേസമയം US ഡോളർ ചിലപ്പം വാർ വരുമ്പം, അല്ലെങ്കിൽ ഇപ്പം പെട്ടെന്ന് ഒരു രാജ്യത്ത് നല്ല രീതിയിലുള്ള ഒരു പ്രളയം ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ജിയോ പൊളിറ്റിക്കൽ ഇവന്റ് നടക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് ആ രാജ്യത്തിന്റെ എക്കോണമി അത് നല്ല രീതിയിൽ ബാധിക്കും. അതിനനുസരിച്ച് ആ രാജ്യത്തിന്റെ കറൻസി ഏതാണോ അതിന്റെ വാല്യൂവിലും മാറ്റങ്ങൾ ഉണ്ടാവും. ശരിയല്ലേ? അതേപോലെ തന്നെ ഈ രാജ്യത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാറ്റാസ് എന്ന് പറയുമ്പോൾ GDP, ഇൻട്രസ്റ്റ് റേറ്റ്, അതേപോലെ ഇൻഫ്ലേഷൻസ്, എംപ്ലോയ്മെന്റ് റേറ്റ്, സെൻട്രൽ ബാങ്കിന്റെ ഓരോ പോളിസി കൊണ്ടുവരികയാണ്. ഓക്കെ, ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ വരുമ്പോഴും നമ്മൾ ഈ പറയുന്ന കറൻസീസിൽ, ഈ പറയുന്ന ആ രാജ്യത്തിന്റെ കറൻസികളിലൊക്കെ നല്ല രീതിയിലുള്ള ചേഞ്ചസ്, ഇതിന്റെ വാല്യൂവിൽ വരുന്ന ചേഞ്ചസ് സംഭവിക്കാറുണ്ട്. ഓക്കെ, അപ്പം ഇത് എങ്ങനെ ട്രേഡിങ്ങിൽ ഇത് എഫക്റ്റ് ചെയ്യുന്നു എന്ന് വെച്ചാൽ, ആക്ച്വലി ചില കാര്യങ്ങളൊക്കെ ഇപ്പൊ നമുക്കറിയാം. ബജറ്റ് കൃത്യമായിട്ട് ഒരു ദിവസം, അല്ലെ, അതിനൊരു നിശ്ചിതമായിട്ടുള്ള ഒരു ദിവസം ഉണ്ടാവും. ആ ദിവസം അവതരിപ്പിക്കും, അല്ലെ? അതേപോലെ ഇപ്പം ഒരു ഡാറ്റ പുറത്തു വിടുന്നു. ഇപ്പം GDP എന്ന് പറഞ്ഞ ഒരു ഡാറ്റ പുറത്ത്, അത് കൃത്യമായിട്ട് പുറത്തു വിടുന്ന ഒരു ദിവസം ഓൾറെഡി സ്കെഡ്യൂൾ ആയിരിക്കും. ഇന്ന ദിവസം പുറത്തു വിടും എന്നുള്ള സ്കെഡ്യൂൾ ആയിരിക്കും. അപ്പോൾ ഈ ഡാറ്റാസ് ഒക്കെ വരുമ്പോൾ, ഈ പറയുന്ന പുതിയ റിപ്പോർട്ടൊക്കെ വരുമ്പം നല്ല രീതിയിലുള്ള മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള മൂവ്മെന്റ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഇപ്പോ നമ്മൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം, ഓക്കെ ഓക്കെ ഇപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള ന്യൂസസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള മൂവ്മെന്റ്സ് ഉണ്ടാവാറുണ്ട്. അപ്പൊ ആ മൂവ്മെന്റ്സ് ഒക്കെ നമ്മൾ എന്തുകൊണ്ട് മനസ്സിലാക്കിയിരിക്കണം എന്ന് വെച്ചാൽ, ആ ന്യൂസ് കാര്യങ്ങളൊക്കെ വരുന്ന ടൈമുകൾ നമ്മൾ നിർബന്ധമായിട്ടും നോട്ട് ചെയ്തിട്ടുണ്ടാവണം. കാരണം ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ റിലീസ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിലുള്ള സ്പൈക്കാണ് മാർക്കറ്റിൽ ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബേസിക്കലി ചൂസ് ചെയ്യണ വെബ്സൈറ്റ് ആണ് ഫോറക്സ് ഫാക്ടറി. ഓക്കെ, നിങ്ങൾ ഗൂഗിളിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, ഫോറക്സ് ഫാക്ടറിന്ന് സിംപ്ലി സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് കിട്ടും. ഫോറക്സ് ഫാക്ടറി ഗ്ലോബൽ മാർക്കറ്റ്സ് ഫോർ സ്മാർട്ട് മണി എന്ന് കിട്ടും. അത് ഓണാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് ഉണ്ടാവുക. ഇവിടെ ഫോറംസ്, ട്രേഡ്സ്, ന്യൂസ്, കലണ്ടർ, മാർക്കറ്റ് എന്നൊക്കെ ഉണ്ടാവും. ഇവിടെ നമ്മുടെ അസറ്റുകൾ അവരൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. USD, GBP ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ കണ്ടോ, ഇറാൻ ക്ലോസസ് സ്ട്രേറ്റ് ഓഫ് ഹോർമുസ് ആസ് ഫൈറ്റിംഗ് ഫ്ലേസ് അഗെയിൻ ഇൻ ലെബനൻ. കണ്ടോ? അപ്പം വേൾഡിൽ സംഭവിക്കുന്ന ന്യൂസസ് ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ടാവും.
പക്ഷേ നമ്മൾ പറഞ്ഞു നമുക്ക് ഇങ്ങനെയുള്ള ന്യൂസസ് ഇപ്പം ഇറാന് ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് ക്ലോസ് ചെയ്യുക എന്നുള്ളത് ന്യൂസ് ചിലപ്പോൾ നമുക്ക് മുൻകൂട്ടി അറിയുന്ന കാര്യമല്ല, അത് അപ്പാപ്പം അറിയുന്ന കാര്യമല്ലേ. ആ ഒരു സംഭവം സംഭവിക്കുമ്പോൾ വരുന്ന ബ്രേക്കിംഗ് ന്യൂസ് ആണ് ഇതൊക്കെ. പക്ഷെ ചില ഡാറ്റാസ് നമുക്ക് ഓൾറെഡി അറിയാൻ പറ്റും. അത് അറിയാൻ വേണ്ടിയിട്ട് അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ട ഭാഗം എന്ന് പറഞ്ഞാൽ ഈ കലണ്ടർ എന്നുള്ളത് ഇവിടെ കണ്ടോ, കലണ്ടർ. ഇത് സെലക്ട് ചെയ്യാം. ഇത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കുറച്ച് ഡാറ്റാസ് ഉണ്ട്, കുറച്ച് ഫോൾഡേഴ്സ് ഉണ്ട്, കുറച്ച് കറൻസിയുടെ പേരൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ ഓക്കെ അപ്പൊ ഇത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഫസ്റ്റ് വൺ ഇവിടെ കണ്ടോ നിങ്ങൾ, ദിസ് വീക്ക്. ഓക്കെ, ദിസ് വീക്ക് എന്ന് പറയുമ്പോൾ ഈ ആഴ്ച എന്തൊക്കെയാണ് ഡാറ്റ ഉള്ളത്, ഈ ആഴ്ച ഏതൊക്കെയാണ് ഡാറ്റ വരുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, അതിനു മുമ്പായിട്ട് നിങ്ങൾ ഇവിടെ ഡേറ്റ് എന്ന് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ടൈം കണ്ടോ. ഓക്കെ, ഇവിടെ ടൈം നിങ്ങൾ എന്താക്കി കൊടുക്കുക. ഞാനിപ്പോൾ ഇതിൽ US ടൈമാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇന്ത്യൻ ടൈം കൊടുക്കുക. ഓക്കെ, 5:30 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ചെന്നൈ കൊൽക്കത്ത ഇത് കൊടുക്കുക, എന്നിട്ട് സേവ് കൊടുക്കുക. അപ്പോൾ ഓൾറെഡി ഇവിടെ ഈ ഒരു ടൈമുകൾ, ഇവിടെയുള്ള ഈ ഒരു ടൈമുകൾ ഇന്ത്യൻ ടൈമിലേക്ക് മാറി. അപ്പൊ ഇന്ത്യൻ ടൈം എത്ര മണിക്കാണ് ന്യൂസ് വരിക എന്നുള്ള കാര്യം നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മളിവിടെ ന്യൂസ് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പൊ നെക്സ്റ്റ് വീക്കിലേക്കുള്ള ന്യൂസ് ആണ് നോക്കേണ്ടതെന്ന് വിചാരിക്കാം. അപ്പൊ സിമ്പിളി എന്ത് ചെയ്താൽ മതി, ഈ ദിസ് വീക്ക് എന്നുള്ളത് മാറ്റിയിട്ട് നെക്സ്റ്റ് വീക്കിന്റെ ഡേറ്റ് സെലക്ട് ചെയ്യുക, 21 to 27. എന്നിട്ട് ഞാൻ അപ്ലൈ കൊടുക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് വീക്കിൽ വരുന്ന ന്യൂസസ് ഏതൊക്കെയാണെന്ന് ഇവിടെ കാണാൻ പറ്റും. നെക്സ്റ്റ് വീക്കിൽ സൺഡേ മുതൽ സാറ്റർഡേ ആകെ ഒരു ദിവസമാണ് ന്യൂസ് വരുന്നത്. അത് ഏതൊക്കെയാ? തേഴ്സ്ഡേ, ജൂൺ 25 തേഴ്സ്ഡേ മാത്രമാണ് ന്യൂസ് വരുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾ കണ്ടോ, ഏറ്റവും ടോപ്പിൽ ഇവിടെ ഒരു ബട്ടൺ കണ്ടോ, ഒരു ഫിൽറ്ററിംഗ് ബട്ടൺ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഞാനിവിടെ കുറച്ചെണ്ണം മാത്രമേ ടിക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് ടിക്ക് ചെയ്യാണ്. ഓക്കെ, ഇതൊക്കെ ടിക്ക് ചെയ്യാണ്, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഇതൊക്കെ ടിക്ക് ചെയ്യാണ്. ഞാൻ അപ്ലൈ ഫിൽറ്റർ കൊടുത്തു. ഇപ്പോഴും ഇവിടെ ഞാൻ ഡേറ്റ് സെലക്ട് ചെയ്ത ഏതാ, 21 to 27. ഈ ഒരു നെക്സ്റ്റ് വീക്കിൽ വരുന്ന ന്യൂസസ് കാണാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ ഈ ഒരു ഡേറ്റുകൾ സെലക്ട് ചെയ്തേക്കുന്നത്. ഈ പറയുന്ന ഈ ഫിൽറ്ററിൽ പോയിട്ട് ഇത് മൊത്തം ടിക്ക് ചെയ്തപ്പോൾ എനിക്കിവിടെ കുറേ ന്യൂസസ് കിട്ടി അല്ലേ. കുറേ ന്യൂസസ് ഉണ്ട്. നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ എന്ന് മാത്രമേ ന്യൂസസ് ഉള്ളൂ, തേഴ്സ്ഡേ മാത്രമേ ന്യൂസ് ഉള്ളൂ എന്ന് കണ്ടിട്ടുണ്ട്. ആക്ച്വലി ഈ പറയുന്നതൊക്കെ ന്യൂസസ് ആണ്. ഇത് നോക്കിയേ, CNY ജപ്പാനീസ് യെന്നിൽ ന്യൂസ് വരുന്നുണ്ട്, CAD ന്യൂസ് വരുന്നുണ്ട്, ഓക്കെ, യൂറോയിൽ ന്യൂസ് വരുന്നുണ്ട്, GBPയിൽ ന്യൂസ് വരുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് നമ്മൾ ഇതിവിടെ കുറച്ചെണ്ണം ആക്കുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ ഇമ്പാക്റ്റ് അനുസരിച്ചാണ്. അതായത് എല്ലാ ന്യൂസും ഒരേ ഇമ്പാക്റ്റ് അല്ല മാർക്കറ്റിൽ ഉണ്ടാക്കുക. ഇങ്ങനെ റെഡ് ഫോൾഡറിൽ വരുന്ന ന്യൂസസ് ഹൈ ഇമ്പാക്റ്റ് ആണ് മാർക്കറ്റിൽ ഉണ്ടാക്കുക. അപ്പോൾ ഇത്തരം ന്യൂസസ് നമ്മൾ എന്തായാലും അറിഞ്ഞിട്ടുണ്ടാവണം. പക്ഷേ കമ്പാരിറ്റീവ്ലി ഇതിനേക്കാളും ലോവർ ഇമ്പാക്റ്റ് ആണ് ഓറഞ്ച് ഫോൾഡറിലും യെല്ലോ ഫോൾഡറിലും ഉണ്ടാക്കുക. അത്രക്ക് വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും ഈ ഒരു ഓറഞ്ച് ഫോൾഡർ അല്ലെങ്കിൽ യെല്ലോ ഫോൾഡർ ഉണ്ടാക്കാറില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യണു, ഇത് രണ്ടും അൺടിക്ക് ചെയ്യണു. ഓക്കെ, പിന്നെ ലാസ്റ്റ് ഇവിടെ ഒരു ഗ്രേ കളറിലുണ്ട്. ഈ ഗ്രേ കളറിലുള്ളത് ടിക്ക് ചെയ്യാനുള്ള കാര്യം എന്താന്ന് വെച്ചാൽ ഇതിൽ ഗ്രേ കളറിൽ ആക്ച്വലി ബാങ്ക് ഹോളിഡേയ്സ്, ഏതെങ്കിലും എക്സ്ചേഞ്ചുകളൊക്കെ ഹോളിഡേ ആണെങ്കിൽ അതൊക്കെയാണ് ഈ ഒരു ഗ്രേ കളറിൽ വരിക. ഇപ്പൊ സപ്പോസ് യൂറോപ്പിലെ ബാങ്ക് ഹോളിഡേ ആണ്, അല്ലെങ്കിൽ ബ്രിട്ടനിലെ അല്ലെങ്കിൽ ജർമ്മനിയിലെ അല്ലെങ്കിൽ അമേരിക്കയിലെ ബാങ്ക് ഹോളിഡേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഇത് ടിക്ക് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, ഇവിടെ കറൻസീസ് എന്നുള്ള ഭാഗത്ത് ഞാൻ നേരത്തെ എല്ലാതൊന്നും ഞാൻ ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, ടിക്ക് കൊടുത്തിട്ടില്ല. ഞാൻ ഏതൊക്കെ ടിക്ക് കൊടുത്തിട്ടുള്ളൂ, ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന പേഴ്സിനെ മാത്രമേ ടിക്ക് കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൽ ഞാൻ യൂറോ, GBP, USD, US ഡോളറിലുള്ളത് എന്തായാലും നിങ്ങൾ ടിക്ക് കൊടുക്കണം. ഓക്കെ, അതേപോലെ യൂറോയും GBPയും അതിലുള്ളതും നമ്മൾ ഏതൊക്കെയാണ് വേറെ, ഇപ്പം നിങ്ങൾ NSD ന്യൂസിലാൻഡ് ഡോളറിൽ ട്രേഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിലും ടിക്ക് കൊടുക്കണം. ഈ USD ഉള്ളതിൽ ടിക്ക് കൊടുക്കണം എന്ന് പറയാനുള്ള കാര്യം എന്താന്ന് വെച്ചാൽ ഇപ്പം നമ്മളിപ്പോൾ USDയിൽ ഒരു റെഡ് ന്യൂസ് വരുന്നുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, USDയിൽ US ഡോളറിൽ ഒരു റെഡ് ന്യൂസ് വരുന്നുണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് എന്തിനൊക്കെ ഇമ്പാക്റ്റ് ചെയ്യും, US ഡോളർ പെയറായി വരുന്ന എല്ലാ അസറ്റിനെയും അത് ബാധിക്കും. അതായത് യൂറോ USDയെ ബാധിക്കും, GBP USDയെ ബാധിക്കും, NSD USDയെ ബാധിക്കും, AUD USDയെ ബാധിക്കും.
ഇതേപോലെ തന്നെ യൂറോന്റെ കേസും. യൂറോയില് ഒരു ഒരു റെഡ് ന്യൂസ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ യൂറോ പെയർ ആയിട്ട് വരുന്ന, ഇപ്പൊ യൂറോ യു എസ് ഡിനെ ബാധിക്കും. ഓക്കെ, യൂറോ GBPനെ ബാധിക്കും. ഓക്കെ, ഇത്തരത്തിലുള്ള പെയേഴ്സിനൊക്കെ യൂറോ പെയറായി വരുന്ന എല്ലാത്തിനെയും ഈ റെഡ് ഫോൾഡർ ന്യൂസ് ബാധിക്കും. ബാധിക്കാന്ന് പറയുമ്പോൾ മീൻസ് അതിന് ആ ഒരു സമയത്ത് ആ ഒരു പെയറിൽ അത്രയ്ക്കും ഇമ്പാക്റ്റ് ആയിരിക്കും മാർക്കറ്റിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ആ ഇമ്പാക്റ്റ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു സെറ്റിങ്സ് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് അപ്ലൈ ഫിൽറ്റർ കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ രണ്ട് ന്യൂസസ് ആണ് വരാനുള്ളത്. USD അതിൽ തേഴ്സ്ഡേ USDയിൽ ഒരു കോർ പ്രൈസ് ഇൻഡെക്സ് വരുന്നുണ്ട്, ഫൈനൽ GDP വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ കഴിഞ്ഞ വീക്ക് ഒന്ന് എടുത്ത് നോക്കാം. ഈ കഴിഞ്ഞ വീക്കിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ബുധനാഴ്ച GBPയിൽ എന്ത് വന്നിട്ടുണ്ട്, CPI എന്ന് പറഞ്ഞ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. പിന്നെ അന്നേ ദിവസം തന്നെ 11:30 രാത്രി 11:30 എന്ത് വന്നിട്ടുണ്ട്, USDയിൽ FOMC സ്റ്റേറ്റ്മെന്റ്, ഫെഡറൽ ഫണ്ട് റേറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ആണ്, FOMC പ്രസ് കോൺഫറൻസ് എന്നൊക്കെ. അപ്പൊ ചിലപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഇതിൽ കണ്ടിട്ടുണ്ടാവും, ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരു മീം കണ്ടിട്ടുണ്ടാവും. ലൈക്ക് ഒരാൾ വന്നിട്ട് ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ നല്ല രീതിയിൽ മാർക്കറ്റ് താഴേക്ക് വരുന്നുള്ളൊക്കെ, അങ്ങനത്തെ മീമൊക്കെ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. ഓക്കെ, ആ ഒരു ന്യൂസാണ് ആക്ച്വലി ഈ FOMC എന്ന് പറയുന്ന കാര്യം. ഓക്കെ, പിന്നെ നിങ്ങളോട് കണ്ടോ ഗ്രേ കളറിൽ ഇവിടെ എന്തുണ്ട്, ബാങ്ക് ഹോളിഡേ ഉണ്ട് അല്ലെ. ബാങ്ക് ഹോളിഡേ ഏതാണ്, ബാങ്ക് ഹോളിഡേ USD അമേരിക്കയിലുള്ള ബാങ്ക് ഹോളിഡേ ഡേ ആണ് അന്ന്. ആക്ച്വലി അന്നൊരു ട്രേഡ് ഡേ ആണ്. അപ്പോൾ ഇങ്ങനെ ബാങ്ക് ഹോളിഡേ ഉള്ള ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, അന്നത്തെ ദിവസം നമ്മൾ ട്രേഡ് എടുക്കുന്ന സമയത്ത് ഈ ഇതിൽ വരുന്ന പേയേഴ്സിൽ വരുന്ന ഈ മൂവ്മെന്റ്സ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. കാരണം ബാങ്ക് ഹോളിഡേ എന്ന് പറയുമ്പോൾ ബിഗ് പ്ലെയേഴ്സ് ആയിട്ടുള്ള കൊമേഴ്ഷ്യൽ ബാങ്കുകളോ അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കുകളോ ബിഗ് ഇൻവെസ്റ്റേഴ്സോ ഒന്നും USDയിൽ അന്ന് ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നുണ്ടാവില്ല. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു ലിക്വിഡിറ്റി മാർക്കറ്റിൽ ആ ഒരു ഫ്യൂവല് കുറവായിരിക്കും. ഓക്കെ, അപ്പം ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത്, ഈ ഒരു ഫോറക്സ് ഫാക്ടറി എന്നുള്ള ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ ഈ പറയുന്ന പോലെ ഇപ്പോൾ മാർക്കറ്റിൽ നമ്മളിപ്പം ന്യൂസ് ഒന്നും വരാത്തൊരു സമയമാണെന്ന് വിചാരിക്കാം. ഓക്കെ, ന്യൂസസ് ഒന്നും ഇല്ല, പക്ഷെ പെട്ടെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള ഒരു ഹൈക്ക് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഡൗൺ ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇത്തരത്തിലുള്ള ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ന്യൂസ് വരുന്നോണ്ടാ. ഓക്കെ, ഇൻസ്റ്റന്റ് ഇപ്പോൾ വാർ സ്റ്റാർട്ട് ചെയ്തു, ഇപ്പം ഇറാന് ഒരു രാജ്യത്തെ ആക്രമിച്ചു, അല്ലെങ്കിൽ അമേരിക്ക വേറൊരു രാജ്യത്തെ ആക്രമിച്ചു, അങ്ങനെയുള്ള വാർ, അല്ലെങ്കിൽ ഈ പറയുന്ന ആള്, ഇയാളറിയില്ലേ ട്രംപ്, ഇയാൾ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയാണ്, ഞാൻ അത് ചെയ്യാണ്, ഞാൻ ഇത് ചെയ്യാണെന്നൊക്കെ പറയുന്നതൊക്കെ അനുസരിച്ച് മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള മൂവ്മെന്റ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, പെട്ടെന്നൊരു മാർക്കറ്റിൽ ഒരു USDയിൽ പെട്ടെന്നുള്ള നല്ലൊരു മൂവ്മെന്റ് കണ്ടു, അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല, ആ സമയത്ത് ന്യൂസസ് ഒന്നും ഇല്ല, പിന്നെ എന്താ സംഭവിച്ചതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫോറസ്റ്റ് ഫാക്ടറി എടുക്കുക. അപ്പൊ ഇവിടെ ന്യൂസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, ന്യൂസ് എടുക്കുക. അപ്പൊ ആ ഒരു ടൈമിൽ ഇത്തരത്തിൽ ബ്രേക്കിംഗ് ആയിട്ട് ലേറ്റസ്റ്റ് സ്റ്റോറീസ് എന്നുള്ളിടത്ത് ഏതെങ്കിലും റെഡ് ഫോൾഡർ ന്യൂസ് വന്നണോ എന്ന് നോക്കാം. ഓക്കെ, അങ്ങനെ റെഡ് ഫോൾഡർ ന്യൂസസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അതുകൊണ്ടാണ് ആ ഒരു ഹൈക്ക് അല്ലെങ്കിൽ ആ ഒരു മൂവ്മെന്റ് മാർക്കറ്റിൽ വന്നതെന്നാണ് അത് കാണിക്കുന്ന കാര്യം. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ബാക്ക് ടു കലണ്ടർ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഈ ഒരു മൂവ്മെന്റ് അന്ന് എങ്ങനെയാണ് ഉണ്ടായത് എന്ന് നോക്കാം. ഓക്കെ, ഇപ്പം USD വെനസ്ഡേ. ഓക്കെ, അപ്പൊ ഞാൻ യൂറോ USD എടുക്കുകയാണ്. അപ്പൊ വെനസ്ഡേയിലേക്ക് നമുക്കൊന്ന് ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ, വെനസ്ഡേ. ഓക്കെ, ഹൗസിംഗ് സ്റ്റാർട്ട്സ്, റീറ്റെയിൽ, FOMC എപ്പോഴാണ് വരുന്നത്, 13 അല്ലേ. ഓക്കെ, ഇപ്പോ ഇവിടെ കണ്ടോ നിങ്ങൾ, ഇതുവരെ മാർക്കറ്റിൽ ലോ ആയിട്ട്, വളരെ സ്ലോ ആയിട്ടായിരുന്നു മാർക്കറ്റ് മൂവ് ചെയ്തത്. സ്ലോ മീൻസ് 4 ഹവറിന്റെ ചാർട്ടാണ്, വലിയ ക്യാൻഡിൽസ് ഒന്നും ഇവിടെ വന്നിട്ടില്ല. ഓക്കെ, പക്ഷെ ആ ന്യൂസിന്റെ ടൈം, ഇപ്പൊ ഈ താഴെ കാണുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ന്യൂസസ് ഉള്ള ഏരിയാസ് ആണ്, അല്ലെങ്കിൽ ലൈക്ക് ആ ഒരു ന്യൂസസ് വരുന്ന ടൈമുള്ള, നമുക്ക് ട്രേഡിംഗ് വ്യൂലും ഇത് സെറ്റ് ചെയ്ത് വെക്കാം. ആ ന്യൂസസ് കണ്ടോ, ഫെഡറേറ്റ്, FOMC എന്നൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ആ ന്യൂസ് റിലീസ് ആയി എന്ന് വരുമ്പം മാർക്കറ്റിൽ വരുന്ന മൂവ്മെന്റ് കണ്ടോ, ബിഗ്ഗർ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ഇവിടെ വരും. കണ്ടോ, നിങ്ങൾക്കത് 1 അവർ അല്ലെങ്കിൽ 15 മിനിറ്റിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു മൂവ്മെന്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഞാനിപ്പോൾ 5 മിനിറ്റിലേക്ക് എടുത്തിട്ടുണ്ട്. ഓക്കെ,
ഇപ്പൊ ഈ ഒരു ടൈമിൽ FOMC വരുന്നുണ്ട്. ഓക്കെ, FOMC വരുന്നുണ്ട്. ഇവിടെ ചാർട്ടിൽ ഞാൻ ആ സമയം കൂടി ഒന്ന് മാറ്റാം, അപ്പൊ നിങ്ങൾക്കൊന്നുകൂടി ക്ലിയർ ആവും. 5:30. ഓക്കെ, ഇപ്പൊ സമയം എത്രയായി? 11:20. നമ്മൾ എപ്പോഴാ ഇവിടുത്തെ സമയം, ന്യൂസ് വരുന്ന സമയം എപ്പോഴാ കണ്ടേ? ഫെഡറൽ റേറ്റും FOMC ഒക്കെ 11:30 മാർക്കറ്റിൽ വരുന്നത്. ഇപ്പൊ 11:20. ഓക്കെ, 11:20, 11:25. നെക്സ്റ്റ് ക്യാൻഡിലാണ് ആ ഒരു ന്യൂസസ് റിലീസ് ചെയ്യുക. ഇതുവരെ മാർക്കറ്റ് വളരെ ചെറിയ ചെറിയ, അല്ലെ, മാർക്കറ്റ് ഇങ്ങനെ ചെറിയ ചെറിയ ക്യാൻഡിൽസ് ആണ് ഇവിടെ ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് ക്യാൻഡിൽ ഒന്ന് നോക്കിയേ, കണ്ടോ എത്ര ബിഗ് ക്യാൻഡിലാണ് വന്നേക്കുന്നത്? കണ്ടോ, കമ്പാരിറ്റീവ്ലി ഈ ടൈമിനുള്ളതിനേക്കാളും ബിഗ്ഗർ ആയിട്ടുള്ള ഒരു ക്യാൻഡിലാണ് ആ ഒരു ടൈമിൽ വന്നേക്കുന്നത്. ഇതിന്റെ കാരണം ആ ഒരു ടൈമിൽ ന്യൂസ് റിലീസ് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ സമയങ്ങളിൽ നമ്മളിപ്പോൾ എത്ര സീറോ സ്പ്രെഡ് ആണ് എന്ന് പറഞ്ഞാലും കാര്യമില്ല, മാർക്കറ്റിൽ ഭയങ്കര രീതിയിലുള്ള സ്പ്രെഡ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, കാരണം ഇപ്പൊ നമ്മളിപ്പോൾ ഇവിടുന്ന് ഒരാൾ ബൈ ചെയ്തതിന് ഇവിടെയാണ് അയാൾ SL വെച്ചെന്ന് വിചാരിക്കാം. ഈ ലോന്റെ ഇടയിലാണ് SL വെച്ചത്. ഓക്കെ, ഇവിടെയാണ്, ഇവിടെ നിന്ന് ഒരാൾ ബൈ ചെയ്തു. ഓക്കെ, അപ്പോൾ മാർക്കറ്റിൽ ന്യൂസ് വന്നു. മാർക്കറ്റിൽ ന്യൂസ് വരുന്ന സമയത്തും അയാൾ ഈ ട്രേഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ഇവിടെ SL വെച്ചിട്ടും കാര്യമില്ല. SL ചിലപ്പം കുറച്ച് താഴെയൊക്കെ ആയിരിക്കും അത് പ്ലേസ് ആയി പോവുക. കാരണം അത്രയും സ്പ്രെഡ് ആയിരിക്കും ആ ടൈമിൽ ഉണ്ടാവുക. ഓക്കെ, അതേസമയം ബൈ നമ്മൾ TP കൊടുത്താൽ കറക്റ്റ് ആ TPയിൽ തന്നെ അടിക്കുള്ളൂ. അത് കുറച്ച് മുകളിലൊന്നും പോയി അടിക്കൂല. കാരണം ഇത് എവിടേക്കാണോ ഡയറക്ഷൻ പോണത് ആ ഡയറക്ഷനിലേ നമുക്ക് ആൾക്കാരെ കിട്ടുള്ളൂ. ഓക്കെ, ഇവിടെ താഴേക്ക് സെല് ചെയ്യാനേ നമുക്ക് ഇവിടുന്ന് ആൾക്കാരെ കിട്ടുള്ളൂ, അല്ലെങ്കിൽ അവൈലബിൾ ആവുള്ളൂ. ഇവിടുന്ന് ബൈ ചെയ്യാൻ ആൾക്കാരെ കിട്ടൂല. അപ്പം നമുക്ക് ആക്ച്വലി ഇവിടുന്ന് ഒരു ബൈ എടുത്തു കഴിഞ്ഞാൽ SL ഇവിടെ വെച്ചാലും മാർക്കറ്റ് ന്യൂസ് ടൈമിലാണ് ആ SL അടിക്കണമെന്നുണ്ടെങ്കിൽ വളരെ വലിയൊരു ഡിഫറൻസിലായിരിക്കും നിങ്ങൾക്ക് ആ SL കിട്ടുക. അപ്പൊ നിങ്ങൾ $50 ആണ് നിങ്ങളെ SL അടിച്ചാൽ പോവേണ്ടതെന്നുണ്ടെങ്കിൽ ആ സമയത്ത് 130ഉം 200ഉം ഒക്കെ ഡോളർ നിങ്ങൾക്ക് അവിടെ നഷ്ടം വരും. അപ്പോൾ അതുകൊണ്ടാണ് ന്യൂസ് സമയത്ത് ട്രേഡ് എടുക്കുന്നത് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ആ ഒരു ടൈമിലേക്ക് ട്രേഡ്സ് ഹോൾഡ് ചെയ്യരുത് എന്ന് പറയാനുള്ള കാര്യം. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ റെഡ് ഫോൾഡർ ന്യൂസസും ഇമ്പോർട്ടൻ്റ് അല്ല, എല്ലാ റെഡ് ഫോൾഡർ ന്യൂസസും ഇതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അതിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് റെഡ് ഫോൾഡർ ന്യൂസസ് ഉണ്ട്. അതാണ് ഇവിടെ നമ്മൾ കൊടുത്തേക്കുന്നത്. CPI ന്യൂസ്, ഓക്കെ, റീറ്റെയിൽ സെയിൽസ്, ഓക്കെ, ഫെഡ് മീറ്റിംഗ്സ് ആണ് നമ്മൾ ആ FOMC എന്നുള്ള രീതിയിൽ പറഞ്ഞത് കേട്ടോ. ഓക്കെ, ഫെഡ് മീറ്റിംഗ്സ്, അതേപോലെ ഫെഡ് ചെയർമാൻ പവൽ, അയാളുടെ സ്പീച്ച്, ഫെഡിന്റെ ചെയർമാൻ ആരാണോ, FOMC ചെയർമാൻ ആരാണോ അയാൾ വന്ന് സംസാരിക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് NFP. ഇതിലാണ് ഏറ്റവും നല്ല മൂവ്മെന്റ് നമുക്ക് കാണാൻ പറ്റുക. അതേപോലെ CPI, ഇതിലൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, ഇത് NFP എന്നുള്ള രീതിയിലായിരിക്കും, നോൺ ഫാം പേറോൾസ് എന്നുള്ള രീതിയിലായിരിക്കും മാർക്കറ്റിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പം ഇത്തരം ന്യൂസസ് ആണ് നമുക്ക് ഇവിടെ മേജർ ആയിട്ട് നോക്കാനുള്ള ന്യൂസസ്. ഇത് അല്ലാത്തതായിട്ടുള്ള റെഡ് ഫോൾഡർ ന്യൂസസ് ഉണ്ടാവും, പക്ഷെ അത് ഇമ്പാക്റ്റ് ഉണ്ടാക്കൂല എന്നല്ല, ഇതിന്റെ അത്ര ഇമ്പാക്റ്റ് അത് നമുക്ക് തരത്തില്ല. ഓക്കെ, ന്യൂസസിന്റെ കാര്യം പറഞ്ഞത് ക്ലിയർ ആയോ? ഇത് സെർച്ച് ചെയ്യുന്നതാണ് നമ്മൾ ഈ ഒരു കലണ്ടർ വെച്ച്, ഈ ഒരു ഫോറക്സ് ഫാക്ടറി എന്ന് പറയുന്ന കാര്യം വെച്ച് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ആ, ബെറ്റർ അവോയ്ഡ് ട്രേഡ്സ് ഓൺ ദോസ് ഡേയ്സ് എന്ന് പറയുന്നത് നല്ലതാണ്. പക്ഷേ ഇപ്പം സപ്പോസ് ഇപ്പം നമുക്കൊരു മാർക്കറ്റിൽ ഇപ്പം ന്യൂസസ് വരുന്നത് ഒരു വൈകുന്നേരം 5:30 വിചാരിച്ചു. ഓക്കെ, വൈകിട്ട് 5:30 വരിക. അപ്പോൾ ആ ന്യൂസ് വന്ന് കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റിൽ നമുക്ക് ട്രേഡ് ചെയ്യാം. കാരണം ന്യൂസ് ട്രേഡിംഗ് ഇല്ലെങ്കിലും ന്യൂസ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. കാരണം ന്യൂസ് വന്നു കഴിഞ്ഞാൽ ആ ഒരു നമുക്കൊരു മാർക്കറ്റിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇനി പഠിക്കാനുണ്ട്. ലൈക്ക് ന്യൂസിന്റെ ടൈമിൽ ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത്, ആ ഒരു ടൈമിൽ മാർക്കറ്റിന്റെ മൂവ്മെന്റ് നമുക്ക് കുറെയൊക്കെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? അത് അക്കോർഡിംഗ് ടു ന്യൂസ് ആണ് ബ്രോ. ന്യൂസ് നമ്മുടെ ഫേവർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ TP കിട്ടും.
ഓക്കെ, നമുക്ക് ടി പി കിട്ടും. അല്ലാതെ വേറെ ഹലോ, വേറെ ഡൗട്ട്സ്? അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ലല്ലോ, കാരണം അത് ജിയോ പൊളിറ്റിക്കൽ ന്യൂസ് അല്ലേ. കാരണം പെട്ടെന്നൊരു വോർ ഉണ്ടാവാണ്, പെട്ടെന്ന് അത് ഒരാൾ അറ്റാക്ക് ചെയ്യാണെന്നൊക്കെ പെട്ടെന്ന് വരുന്ന ന്യൂസാ. ആ സമയത്ത് നമ്മൾ ആ ഒരു നഷ്ടം സഹിച്ചേ പറ്റൂ. റിസ്ക് ഫാക്ടർ ഉണ്ട് ബ്രോ, ബട്ട് നമുക്ക് ആൾവേസ് അങ്ങനെയല്ല. അതെ, നമുക്ക് ലോസ് വന്നാലും നമുക്കത് കൃത്യമായിട്ട് അല്ല, അത്തരം ദിവസങ്ങളിൽ നമുക്ക് പറ്റില്ല. ലൈക്ക് പെട്ടെന്നുള്ള ന്യൂസ് അത് എപ്പോഴെപ്പോഴൊന്നും ഉണ്ടാവാറില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ന്യൂസസ് എപ്പോഴെപ്പോഴൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഈ റെഡ് ന്യൂസ് വന്നതിന് ശേഷം പിന്നെ കുറേ കണ്ടോ, കുറേ ശേഷം ന്യൂസ്, അതിന് എപ്പോഴും വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാവണമെന്നില്ല. ഇത്തരത്തിൽ കാണിക്കുന്ന വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാവണമെന്നില്ല. ചില സമയത്ത് ഉണ്ടാവാറുണ്ട്. അത് അക്കോർഡിംഗ് ടു ആ ഒരു ന്യൂസ് ആണ്. നമുക്ക് ആ ഒരു സമയത്ത് സ്ട്രാറ്റജി ലോസ് ലിമിറ്റ് ചെയ്യാനുള്ള സ്ട്രാറ്റജി ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ലൈക്ക് നമ്മുടെ സ്ട്രാറ്റജി തന്നെ ലോസ് ലിമിറ്റ് വെച്ചിട്ടാണ്. പ്രോ ഫേംസിൽ നമ്മൾ ഒരു ട്രേഡ് അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് അവർ പറയും എന്തൊക്കെ റൂൾസ് ആണ് ഉള്ളതെന്ന്. ഇപ്പോൾ ഫണ്ട് മിപ്സിലാണെന്നുണ്ടെങ്കിൽ ന്യൂസ് ട്രേഡിംഗ് ഇപ്പോൾ അലൗഡ് ആണ്. പക്ഷെ വൺസ് മാസ്റ്റർ ആയി കഴിഞ്ഞാൽ ന്യൂസ് ട്രേഡിംഗ് ഇല്ല എന്ന് തോന്നുന്നു. അത് ഓരോ പ്രോ ഫേംസിലും ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ന്യൂസ് ട്രേഡിംഗ് അലോ ചെയ്യണ ആൾക്കാരും ഉണ്ട്, പ്രോപ്പ് ഫേംസും ഉണ്ട്. അത് അവരുടെ റൂൾസും കാര്യങ്ങളൊക്കെ അവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ നോക്കിയിട്ട് വേണം ഓരോ പ്രോ ഫേംസ് എടുക്കാൻ. അപ്പം അവർ അങ്ങനെ പറയാണ് ന്യൂസ് ടൈമിൽ ട്രേഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ന്യൂസിന്റെ 5 മിനിറ്റ് മുമ്പോ ഒന്നുകിൽ എക്സിറ്റ് ആവണം, അല്ലെങ്കിൽ 5 മിനിറ്റ് ശേഷം മാത്രമേ ആ ഒരു ട്രേഡിൽ കയറാൻ പാടുള്ളൂ. ഇങ്ങനത്തെ കുറെ റൂൾസ് ആണ് അവർ സെറ്റ് ചെയ്ത് വെക്കാറുള്ളത് പൊതുവെ. അല്ലെങ്കിൽ ഒരു 10 മിനിറ്റിന്റെ ബഫർ ഒക്കെ ഇടും. 10 മിനിറ്റിന്റെ ബഫർ ഇടുക മീൻസ് ന്യൂസ് വരുന്നതിന്റെ 10 മിനിറ്റ് മുമ്പ് നമുക്ക് എക്സിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ 10 മിനിറ്റിന് ശേഷം ട്രേഡ് എടുക്കാൻ പാടുള്ളൂ എന്നുള്ള രീതിയിൽ. അത് ഈ പറയുന്ന സ്കെഡ്യൂൾഡ് ആയിട്ടുള്ള ന്യൂസസിന് മാത്രമേ അത് ബാധകമുള്ളൂ. ഈ കലണ്ടറിൽ വരുന്ന ന്യൂസസിന് മാത്രമേ അത് ബാധകമുള്ളൂ. ഇങ്ങനെ സഡൻ ആയിട്ട് വരുന്ന ബ്രേക്കിംഗ് ന്യൂസസിനൊന്നും അത് ബാധകമല്ല. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞതൊക്കെ? ന്യൂസ് ന്യൂസിന്റെ ഇമ്പാക്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായോ? എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ ചാറ്റ് ബോക്സിൽ. അപ്പൊ നമ്മൾ ഏത് ദിവസവും നമ്മൾ ട്രേഡ് എടുക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഈ ഒരു വെബ്സൈറ്റ് ആണ്. ഫോറക്സ് ഫാക്ടറിയിൽ അന്നത്തെ ദിവസം ഏതൊക്കെ ന്യൂസ് വരുന്നുണ്ട്, ഏതൊക്കെ ടൈമിലാണ് ന്യൂസ് വരുന്നത്, അത് നോക്കിയിട്ട് നമ്മൾ ആ ഒരു ടൈമിൽ അറേഞ്ച് ചെയ്തിട്ട്, ലൈക്ക് ആ ഒരു ടൈമിൽ നമ്മൾ നമ്മുടെ ട്രേഡ്സ് ഒക്കെ നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടി വരും. ലൈക്ക് ചിലപ്പോൾ നമുക്ക് ക്ലോസ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ട് ട്രേഡ് എടുക്കാന്നുള്ള ഡിസിഷൻ എടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും ട്രേഡ് എടുക്കുന്നതിന് മുമ്പായിട്ട് അന്നത്തെ ഡേ ആദ്യം ചെയ്യേണ്ടത് ഫോറക്സ് ഫാക്ടറിയിൽ നോക്കിയിട്ട് ഈ ഒരു കലണ്ടർ നോക്കുക. ഇതിൽ ഏതൊക്കെ ടൈമിലാണ് ന്യൂസ് വരുന്നത് നോക്കിയിട്ട് വേണം നമ്മൾ ട്രേഡ് എടുക്കാൻ. അതെങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. എല്ലാവർക്കും ക്ലിയർ ആയോ? ആർക്കും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം ഇനി. ക്ലിയർ? എല്ലാവർക്കും ഓക്കെ ആണോ? Excuse me, sir. Yeah. If there's any paper trade app for forex trade. Yeah, you can choose MT5 demo account. Okay. Just install the MT5 app and try to create a demo account. Then start trading there. You can add Oh, the amount you want. Then you can properly manage your risk management. okay, sir. Thank you. Thank Okay. you. There is a video. Did you watch it? No, sir, I didn't watch that. Okay. Already shared in the group. You can watch the and how to create demo account with MT5. There is a Yeah, video. okay. Yeah, okay. Thank you so much, sir. Okay. ട്രേഡിംഗ് വ്യൂവിലും ചെയ്യാം ബ്രോ, ട്രേഡിംഗ് വ്യൂവിലും ചെയ്യാം. പക്ഷെ നമ്മൾ കൂടുതലും ഇനി ട്രേഡ് എടുക്കാനൊക്കെ പോകുന്നത് MT5-ലാകുമ്പോൾ ആ ഒരു
ആ ഒരു പ്ലാറ്റ്ഫോം ഒന്ന് ഐഡന്റിഫൈ ഒന്ന് പിന്നെ പരിചയമാവാൻ നല്ലത് MT5 തന്നെ ഡെമോ ട്രേഡ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, ട്രേഡിംഗ് വ്യൂലും ട്രേഡ് എടുക്കാം. ക്ലിയർ ആണോ എല്ലാവർക്കും പറഞ്ഞ കാര്യങ്ങൾ? ഇനി നമുക്ക് ടെക്നിക്കൽ അനാലിസിസിലേക്കാണ് കടക്കാനുള്ളത്. നമ്മൾ ഇനിയാണ് ശരിക്കും റിയൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യണത്. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽസിനെ പറ്റി പഠിക്കാനും, ക്യാൻഡിൽസ് ചുമ്മാ നമ്മളിങ്ങനെ കുറെ മുകളിലേക്ക് വരുന്നു, കുറെ താഴേക്ക് വരുന്നു എന്നതിലുപരി എന്തുകൊണ്ട് അത് മുകളിലേക്ക് വരുന്നു, എന്തുകൊണ്ട് അത് താഴേക്ക് വരുന്നു, ഓക്കെ, ഏതൊക്കെ ലെവലാണ് നമ്മൾ അറിയേണ്ടത്, എന്താണ് ലിക്വിഡിറ്റി, അല്ലെങ്കിൽ അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നെക്സ്റ്റ് സെഷൻസ് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണേ. ഓക്കെ, അപ്പൊ അതുവരേക്കുള്ള ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ ഇതുവരെയുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ക്ലിയർ ചെയ്യാം. എന്നിട്ട് നെക്സ്റ്റ് സെഷന് മുതൽ നമുക്ക് ആ ഒരു ടെക്നിക്കൽ അനാലിസിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടിലേക്ക് വരാം. ഓക്കെ, ഇനി അതിനിടയിൽ ഒരു കാര്യം കൂടി ഇവിടെ പറയാനുണ്ട്, സെന്റിമെന്റൽ അനാലിസിസ്. ഇത് ആക്ച്വലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അനാലിസിസ് അല്ല. ഇതിപ്പോൾ വലിയ വലിയ ഇൻവെസ്റ്റേഴ്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ ഓരോ സെന്റിമെന്റ്, അവരുടെ ഓരോ അപ്രോച്ച് ചിലപ്പോൾ ഓൾറെഡി ലിസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഓരോ പ്ലാറ്റ്ഫോമിൽ, ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എക്സിലൂടെയോ അല്ലെങ്കിൽ ഇൻസ്റ്റ അങ്ങനെ, അല്ലെങ്കിൽ അവരുടെ ഈ ഒരു ട്രേഡ് കമ്മ്യൂണിറ്റിയിലൊക്കെ അവരുടെ ഓരോ എക്സ്പെക്ടേഷൻസും അവരുടെ ഓരോ ഒപ്പീനിയൻസും അവരെന്ത് ചെയ്യും, എക്സ്പ്രസ് ചെയ്യും. അത് വെച്ചിട്ട് എൻട്രി ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അത് വെച്ചിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ആക്ച്വലി സെന്റിമെന്റൽ അനാലിസിസ്. ഓക്കെ, പക്ഷേ ഇതെല്ലാം നമ്മൾ ഫോളോ ചെയ്യുന്നത്, പക്ഷെ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക, ഇത്തരത്തിലുള്ള ഒരു അനാലിസിസും കൂടി ഇവിടെ ഉണ്ട്. ഇത് ആക്ച്വലി ബിഗ് പ്ലേയേഴ്സ് ഒക്കെയാണ് ഇത് എടുക്കാറ്. ബിഗ് പ്ലേയേഴ്സ് ഇൻ ദ സെൻസ് സെൻട്രൽ ബാങ്ക്സ്, അതേപോലെ മറ്റ് ബിഗ് ഇൻവെസ്റ്റേഷൻ കമ്പനീസ്, അങ്ങനെയുള്ള ആൾക്കാർ. ഓക്കെ, ക്ലിയർ അല്ലേ? പ്രോഫേംസ് ഡെയിലി ലോസ് ലിമിറ്റ് ഹിറ്റ് ആവാൻ ചാൻസ് ഉണ്ടോ? ഇമ്മീഡിയറ്റ് ന്യൂസ് വന്നാല് നമ്മുടെ അതാണ് ബ്രോ, ആ സമയത്ത് സ്പ്രെഡ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോഴും ട്രേഡ് ചെയ്യാന്ന് പറഞ്ഞാൽ 1% റിസ്കിലല്ലേ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു 1% അല്ലല്ലോ, 2% ആണ് നമുക്ക് അവിടെ ഡെയിലി ലോസ് ലിമിറ്റ് വരുന്നത്. 3% എങ്ങാണ്ടാണ് ഡെയിലി ലോസ് ലിമിറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ 1%നേക്കാളും കുറച്ച് എമൗണ്ടുകളൊക്കെ അധികം വരുള്ളൂ ഇൻ കേസ്. ഓക്കെ, സാധാരണ അങ്ങനെ വരാറില്ല. വേറെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ ആർക്കേലും? എന്താ എല്ലാവരും ഉണ്ടായിരിക്കണേ? ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആയോ? ഒന്നും മനസ്സിലാവണമെങ്കിൽ ഹലോ, ക്ലിയർ ആണ്? ഓക്കെ, അല്ല നമ്മൾ മിണ്ടാണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് മനസ്സിലായിട്ടോ, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവാത്ത പോലെ മിണ്ടാണ്ടിരിക്കുള്ളൂ. അതുകൊണ്ടാ ചോദിക്കുന്നത്. ഹലോ, ആ ന്യൂസിനെ പറ്റി ഒരു doubt ചോദിച്ചോ? ഏ ന്യൂസിന്റെ കാര്യം. എന്താ പറയുക സംശയം? ഹലോ, ചോദിച്ചോ പിന്നെ ബ്രോ. അതിപ്പോ ഇപ്പൊ നിലവിൽ ട്രേഡ് നടക്കുമ്പോഴാണല്ലോ ഈ ക്യാൻഡലിന്റെ മൂവ്മെന്റ് വരുന്നത്. ഇപ്പം ബയേഴ്സ് ഒരുപാട് ആക്റ്റീവ് ആകുമ്പോഴേക്കും മേഖലയിലേക്ക് പോകും, അങ്ങനെയല്ലേ? മനസ്സിലായില്ല ബ്രോ ചോദിച്ചേ, ഹലോ, വോയിസ് ഒന്ന് ക്ലിയർ ആണല്ലേ? ഹലോ, ഇപ്പൊ ക്ലിയർ. ന്യൂസ് ട്രേഡിന്റെ എന്താ ആ, ചോദിച്ചേ? ഇപ്പം ബയേഴ്സ് ഒരുപാട് ആക്റ്റീവ് ആകാൻ നേരത്താണല്ലോ പ്രൈസ് മേഖലയിലേക്ക് പോകുന്നത്, അതെ, അങ്ങനെയല്ലേ? അതെ. അന്നേരം ന്യൂസിന്റെ സമയത്ത് എങ്ങനെയാണ്? ഇപ്പൊ ട്രേഡ് നടക്കുന്നതുകൊണ്ടാണ് ആ ക്യാൻഡിൽ നല്ല മൂവ്മെന്റ് വരുമല്ലോ ന്യൂസിന്റെ സമയത്ത്. അതായത് ഈ ന്യൂസ് ആക്ച്വലി നമ്മുടെ മാർക്കറ്റിലേക്കുള്ള ഒരു കാറ്റലിസ്റ്റ് ആണ്, അതൊരു ഇമ്പാക്റ്റ് ആണ്. ഓക്കെ, ആ ന്യൂസിൽ വരുന്നത് എന്താണ്? ഒരു രാജ്യത്തിന്റെ എക്കോണമി അല്ലേ, എക്കോണമിയുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ. അപ്പോൾ ആ സമയത്ത് ഇപ്പം അതെ, സപ്പോസ് ഇവിടുന്ന് ഇപ്പം നല്ല രീതിയിൽ ആ ഒരു രാജ്യത്തിന്റെ എക്കോണമി ബൂസ്റ്റ് ചെയ്യണ ഒരു ഡിസിഷനാണ് അല്ലെങ്കിൽ ഒരു ഡാറ്റയാണ് വന്നതെന്ന് വിചാരിക്കുക.
അപ്പോൾ ആ സമയത്ത് ആ ഒരു ഡാറ്റ കണ്ടാണ്ട് എന്ത് ചെയ്യും, ഈ പറയുന്ന സെൻട്രൽ ബാങ്കുകൾ കാര്യങ്ങളൊക്കെ അതിനനുസരിച്ചുള്ള ഒരു പൊസിഷൻ അവിടെ എടുക്കൂലേ. ഓക്കെ ഓക്കെ ഓക്കെ. അതുകൊണ്ടാണ് ആ ഒരു ഇമ്പാക്റ്റ്, നല്ല രീതിയിലുള്ള മൂവ്മെന്റ് അവിടെ വരുന്നത്. മനസ്സിലായോ? കാരണം ഓക്കെ അവിടെ ഓക്കെ. അവിടെ അവർ ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ റെഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഡാറ്റയാണ്. ഇവിടെ നമുക്ക് ഈ ഫോൾഡർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം ഇത്ര ഡാറ്റ വന്നു. ആക്ച്വലി ഇതല്ല അവർ നോക്കണേ, ഇതിന്റെ അവർ മെയിൻ ഡാറ്റ ഉണ്ടല്ലോ, ഈ റിലീസ് ചെയ്യുന്ന ഡാറ്റ ഉണ്ടല്ലോ, അതാണ് അവരവിടെ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. സെന്റിമെന്റൽ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഇത്രേ ഉള്ളൂ ബ്രോ. ഓക്കെ ഈ ഓക്കെ. ഒരു ലൈക്ക് നമ്മള് ഈ ബിഗ് പ്ലേയേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാര്യങ്ങളൊക്കെ അവർ എന്ത് ചെയ്യും, ഈ പറയുന്ന ട്രേഡിംഗ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അവരുടെ ഓരോ ഫോറംസ് ഉണ്ടാവുമല്ലോ, അതിലൊക്കെ അവർ വന്നിട്ട് അവരുടെ മാർക്കറ്റിന്റെ അനാലിസും മാർക്കറ്റിൽ അവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ ഒരു ഒപ്പീനിയൻസ് അവർ രേഖപ്പെടുത്തും. അപ്പോൾ അത് നോക്കിയിട്ട് ആ ഒരു ഇൻഫ്ലുവൻസ്, ആ ഒരു സെന്റിമെന്റ്സിലേക്ക് വെച്ചിട്ട് ട്രേഡ് ചെയ്യുന്ന മെത്തേഡാണ്, ആ ഒരു അനാലിസ് ആണ് സെന്റിമെന്റൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ, സിംപ്ലി പറയുകയാണെങ്കിൽ. ഓക്കെ. ശരി ഓക്കെ. ഷാഫി, ആ ക്ലാസ് കഴിഞ്ഞോ? ഐ മീൻ ഓ റെക്കോർഡിംഗ് ഓഫ് ആ റെക്കോർഡിംഗ് ഓഫ് ചെയ്തു.